കുഞ്ഞാടാകും എന്റെ പ്രിയന്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ആദിയില് ദൈവം, ആദിയിൽ ദൈവത്തിന്റെ വചനം. 3 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതിലിട്ട് സൂക്ഷിച്ചു, അതിരുകളെ വിശാലമാക്കി. അപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിരുകൾ ലംഘിക്കരുത്. അപ്പം തന്നെ ദൈവത്തിന് എന്തിടരുത്? അതിര് ഇടരുത്. വീണ്ടും നാം ചിന്തിച്ചു, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സ്വരൂപം ബന്ധമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ബന്ധമാണ്. പേഴ്സൺ ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. വ്യക്തി എന്ന് പറയുന്നത് ബന്ധമാണ്. ദൈവം മനുഷ്യനൊരു തുണയായിട്ട് കൊടുത്തു, തക്ക തുണ. അവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല, ഏകനായിട്ടിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ടിട്ട് ദൈവം നന്നല്ലെന്ന് കണ്ടിട്ട് ദൈവം തക്കതായ ഒരു തുണയെ കൊടുത്തു. അവനൊരു ഉറക്കം കൊടുത്തു. അപ്പം നമ്മളോട് കണ്ടു, ദൈവം ആദമിന് ആരെ കൊടുത്തു? ഹവ്വയെ കൊടുത്തു. ആദം എടുത്തോ? കൊടുത്തോ? ആദം എടുത്തോ? കൊടുത്തോ? കൊടുത്തു. അപ്പോൾ നമ്മളോട് അവിടെ ഒരു ദൂതുണ്ട്, ഒരിക്കലും പോയി എന്ത് ചെയ്യരുത്? എടുക്കരുത്. ദൈവം തരാൻ വേണ്ടി കാത്തിരിക്കണം, പോയി എടുക്കരുത്. എടുത്താൽ തെറ്റാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർക്കപ്പെടണം, നമ്മുടെ ചോയ്സുകൾ തെറ്റാം, പക്ഷേ തമ്പുരാൻ തന്ന തെറ്റത്തില്ല. ഈ പ്രേമവിവാഹത്തിന് നമുക്കിപ്പം പ്രേമിക്കരുതെന്നും പറയാൻ നോക്കത്തില്ല, പ്രേമം തോന്നത്തരുതെന്നും പറയാനൊക്കത്തില്ല. ഞാൻ പലപ്പോഴും പിള്ളേരോടൊക്കെ പറയുന്ന കാര്യമുണ്ട്, ഒരിക്കൽ പോലും ഒരു പ്രേമം ഒന്നും തോന്നിയിട്ടില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം. ഒന്നും തോന്നാത്ത പിള്ളേരെ പിടിച്ച് ദൈവത്തെ ഓർത്ത് കെട്ടിക്കരുത്. ഇടയ്ക്ക് ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യക എന്നെ തുടരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒന്നും തോന്നാത്തവരെ പിടിച്ച് കെട്ടിക്കരുത്, വെറുതെ കൊച്ചുങ്ങളെ വലയ്ക്കരുത്. പക്ഷേ അവിടെയെല്ലാം നമ്മൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പിള്ളേർ പ്രേമിച്ചൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി കെട്ടിയാലേ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു കുഴപ്പമുണ്ട്. ആരോട് പറയാൻ മടിയാ? വീട്ടുകാരോട്. അപ്പോൾ അവർ പറയും, നീയായിട്ട് എന്ത് ചെയ്താ? ഞാൻ എല്ലാ മക്കളോടും പറയുന്ന ഒരു കാര്യമുണ്ട്, കല്യാണത്തിന് മുമ്പ് ഒരു 21-7 അങ്ങ് ഉപവസിക്കണം. 21 ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപവസിക്കാൻ ഒക്കത്തില്ല. ഉപവസിച്ചാലും ഇല്ലെങ്കിലും ഒരു 40-50 ഒക്കെ ആയ BP ഒരു മരുന്നോ, അല്ല പിന്നെ അതുപോലെ വിഗറസായിട്ട് എക്സസൈസൊക്കെ ചെയ്യും. സ്റ്റാർച്ച് കുറച്ച്, ചില പ്രോട്ടീൻ കൂട്ടി, അപ്പം കിഡ്നി അടിച്ചു പോയി, എന്താ വേണ്ട എന്തോ ചെയ്താലും സൈഡ് എഫക്റ്റ് ഉണ്ട്. അങ്ങനെ ഈ കീറ്റോ ചെയ്ത ഒത്തിരി പേർക്ക് കിഡ്നിക്ക് പ്രശ്നമുണ്ടായി. അവരിൽ സ്റ്റാർച്ച് ഒട്ടും ഇല്ലാതെ പ്രോട്ടീനും ഫാറ്റും തന്നെ കഴിച്ച് അതും പ്രശ്നമാണ്. ഈ മനുഷ്യർക്ക് എല്ലാം വേണം, സമ്മിശ്രമായിട്ടെല്ലാം വേണം. അതുകൊണ്ടാണ് ദൈവം കാക്കയ്ക്ക് ഏലിയാവിന് എന്തോ കൊടുത്തു? അപ്പത്തിനകത്ത് എന്തോ ഉണ്ട്? കാർബോ ഉണ്ട് അല്ലേ? ഇറച്ചിക്കകത്ത് എന്തോ ഉണ്ട്? പ്രോട്ടീനുണ്ട്. അപ്പം കാർബോയും കൊടുത്തു, പ്രോട്ടീനും കൊടുത്തു. പക്ഷേ എത്ര നേരമാണ് കൊടുത്തേ? 2 നേരം കൊടുത്തു. 2 ടൈം മീൽ മതി, അത്രയും മതി. അതുകൊണ്ടെങ്കിലും മനുഷ്യരെ ജീവിച്ചൊക്കെ പോകും. ഭക്ഷണങ്ങൾ ഒത്തിരി നാളായിട്ട് 1 നേരമാണ് കഴിക്കുന്നത്. 1 നേരം മതി, 2 നേരം മാക്സിമം മതി എന്നുള്ളതാണ്. വിശന്നിട്ട് വേണം കഴിക്കാൻ. അപ്പം ഇതെന്തോ ചെയ്താലും അതിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ എന്ത് ചെയ്യാം? ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, ഉപവസിച്ചാലും ഉപവസിച്ചില്ലെങ്കിലും നാളുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം. അപ്പോൾ ഉപവസിക്കാവുന്ന പ്രായത്തിൽ എന്ത് ചെയ്യണം? ഉപവസിക്കണം. ഒരു 21 ഒരു 40 ഒക്കെ അങ്ങിരിക്കണം. എന്നിട്ട് അങ്ങ് കെട്ടണം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ കർത്താവിനോട് പറയണം, ഞാൻ 21 ഇരുന്ന് ദൈവം തന്നതിനെ കെട്ടിയതാണ്, മര്യാദയ്ക്ക് വേണമെങ്കിൽ ശരിയാക്കാൻ പറയും. തമ്പുരാൻ ഇറങ്ങി വന്ന് അവനെ ഓട്ടച്ച് ശരിയാക്കി തരും, അല്ലെ അവളെ ശരിയാക്കി തരും. കാരണം ആര് തന്ന? ദൈവം തന്ന. റെസ്പോൺസിബിലിറ്റി ആരുടേതാകും? ദൈവത്തിൻ്റെയാകും. അപ്പം എടുക്കുന്നതിനും നല്ലത് ദൈവം തരുന്നത് സ്വീകരിക്കുന്നതാണ്. അങ്ങനെ ഇവരെ സ്വീകരിച്ചു. അപ്പം ദൈവം പറഞ്ഞു, പുരുഷന് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അവിടെയാണ് ആ മർമ്മം നമ്മൾ കണ്ടത്. ഓർമ്മയുണ്ടല്ലോ? കണ്ടു. അത് 2-ാം അധ്യായത്തിലാണ്. 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 2:25.
മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. അയ്യോ, വലിയൊരു കാര്യം. അവരിരുവരും എന്തായിരുന്നു? നഗ്നരായിരുന്നു. അവർക്ക് എന്ത് തോന്നിയില്ല? നാണം തോന്നിയില്ല. പക്ഷേ 3-ാം അധ്യായത്തിൽ അവർക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് എന്ത് തോന്നി? നാണം തോന്നി. അതിന് നാണം ഇല്ലായിരുന്നു, നാണം തോന്നി. ഷിഫ്റ്റ് ചേഞ്ചാണ്. പാപത്തിന് മുമ്പ് അവർക്ക് നാണമില്ലായിരുന്നു, പാപത്തിന് ശേഷം എന്തു തോന്നി? നാണം തോന്നി. അതെങ്ങനെ ഉണ്ടായേ? നമ്മൾ പറയും തേജസ്സിൻ്റെ വസ്ത്രമാണ്, അത് പോയതാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അതെല്ലാം സത്യങ്ങളാണ്. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം കൂടെ ഒന്ന് കോംപ്ലിമെൻ്റ് ചെയ്യട്ടെ. ഇരുവരും നഗ്നരായിരുന്നു. ആര് രണ്ടും? ആദവും ഹവ്വയും നഗ്നരായിരുന്നു. ഈ നഗ്നത എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യമല്ല, നൈർമല്യമാണ് നഗ്നത. ഒരു ശൈശവത്തിൻ്റെ നൈർമല്യമാണ് നഗ്നത. കൊച്ചു കുഞ്ഞുങ്ങൾ നഗ്നരായിട്ട് നടക്കാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ, തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ അത് കുറവാണ്. അവരെപ്പോഴും ഡയപ്പർ കെട്ടിച്ചുകൊണ്ട് നടക്കും. അവർക്ക് ഡയപ്പർ മേടിക്കാൻ കാശുണ്ട്. ഡയപ്പർ മേടിക്കാൻ കാശില്ലാത്തവരെന്തോ ചെയ്യും? ബൈ ദ വേ, ഡയപ്പർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാറുണ്ട്. ഈ എവറി ഫാമിലി ഹാസ് എ ബ്രാക്കറ്റ് പീരീഡ്. എല്ലാ കുടുംബത്തിനും ഒരു ചെറിയ ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. ഇപ്പോൾ ഈ പിള്ളേരൊന്നും കല്യാണം കഴിക്കാൻ താമസിക്കുകയാണ്. 30 വയസ്സ് 35 വയസ്സ്. ഇപ്പോൾ ഇവരോട് ഈ കെട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ കെട്ടെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, സെറ്റിലായിട്ട് എന്ത് ചെയ്യണം? എല്ലാം ഒന്ന് സെറ്റിലായി, ജോലിയൊക്കെ കിട്ടി, എല്ലാം സെറ്റിലായിട്ട് വേണം എന്ത് ചെയ്യാൻ? കെട്ടാൻ. സെറ്റിലായി കെട്ടിയ ഒരാളുടെ പേര് പറയോ? മക്കളെ, ഈ സെറ്റിലായി ഒന്നും കെട്ട് കിടക്കത്തില്ല. കാരണം സംഗീതം 127 പറയുന്നു, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. യൗവനത്തിൽ മക്കളുണ്ടാകണമെങ്കിൽ എപ്പം കല്യാണം കഴിക്കണം? യൗവനത്തിൽ മക്കളുണ്ടാകണമെങ്കിൽ എപ്പം കെട്ടണം? യൗവനത്തിൽ കെട്ടണം. മുതുക്ക് പിടിച്ചിട്ട് കെട്ടരുത്. 30-35 ഇങ്ങനെ നോക്കിയിരിക്കരുത്. പിന്നെ അവർക്ക് ഓവർ സിസ്റ്റ്, ഇവന് കൗണ്ട് കുറവ്, ലൈഫ് ലൈനിൽ കൊണ്ട് 2 ലക്ഷം രൂപയും മുടക്കി കൊച്ചിനെ മേടിക്കല്ലേ. മര്യാദയ്ക്ക് എല്ലാത്തിനും നേരത്തെ കെട്ടിച്ചു വിടണം. ഒരു 26-27 ആകുമ്പോളെ കെട്ടി ഒരു 28 പിള്ളേർ, 30-ന് മുമ്പ് 2 പിള്ളേരെങ്കിലും കാണണം. എല്ലാത്തിനും നേരത്തെ കെട്ടിക്കണം. സെറ്റിലൊക്കെ അങ്ങ് ആയിക്കോളും. ഈ കേരളപുര ഐതിഹ്യമാലയിലൊരു സംഭവമുണ്ട്. ഒരമ്മ പെറ്റ എത്ര മക്കളാ? 12 മക്കളെ. 12 മക്കളെ പെറ്റ ഒരമ്മയെ, നിൻ്റെ മക്കളിൽ ഞാനാണ് അനാഥൻ, നാരായണത്ത് ഭ്രാന്തൻ. 12 മക്കളാണ്. 12 മക്കളെ പെറ്റ അമ്മ വരരുചി ഇങ്ങനെ പോകുമ്പോൾ, ഓരോ മക്കളും പെറുമ്പം വരരുചി ഭാജിയോട് ചോദിക്കും, എന്തോ ഉണ്ടോ? കേട്ടുണ്ടോ? എന്തോ ഉണ്ടോ? വായുണ്ടോ എന്ന് ചോദിക്കും. ആ വായുണ്ടെ കളഞ്ഞേക്കാൻ പറയും. വാ കീറിയവൻ ഇരയെ കൊടുക്കും. ഏറ്റവും ഒടുവിലത്തെ ഒരു കുഞ്ഞ് വന്നപ്പം കളയാൻ മടിയായതുകൊണ്ട് അമ്മ പറഞ്ഞു വായില്ലെന്ന് പറഞ്ഞു. കേരള ഐതിഹ്യമാലൊരു സംഭവമുണ്ട്. ആ കുഞ്ഞിന് എന്തില്ലായിരുന്നു? വായില്ലായിരുന്നു. ആ കുഞ്ഞിൻ്റെ പേരിലൊരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്, വായില്ലാ കുന്നിലപ്പൻ. വായില്ലാത്തൊരു കുഞ്ഞ് അപ്പൻ, വായില്ലാ കുന്നിലപ്പൻ, അങ്ങനൊരു പിന്നത്തെ ഇതിലൊരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. എനിവേ, അതൊരു ഐതിഹ്യമാണ്. അതിനൊത്തിരി സാമൂഹ്യമായ മാനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥത കൊടുമ്പിരി കൊണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു കഥയൊക്കെ ഉണ്ടായത്. അമ്മ ഒരു ഷെഡ്യൂൾഡായിട്ടുള്ള ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ആരെടുത്ത് വളർത്തിയോ അവരതായിട്ട് വളർന്നു. മുക്കവരെടുത്തവർ മുക്കരായി, ബ്രാഹ്മണനെടുത്തവൻ ബ്രാഹ്മണനായി. ഈ സംഭവം ഇത്രയേ ഉള്ളൂ. എല്ലാം ഒന്നമ്മയുടെ മക്കളാണെന്ന് പറയാൻ വേണ്ടിയുള്ള കഥാസമാഹാരങ്ങളാണ്. ഈ കഥകൾക്കെല്ലാം പിന്നിലൊരു സോഷ്യൽ റിയാലിറ്റി ഉണ്ട്. സോഷ്യൽ റിയാലിറ്റി എന്നാണ് ഈ കഥ എഴുതുന്നത്. തകഴി ചെമ്മീനൊക്കെ എഴുതുമ്പോൾ അതിന് ആ ഒരു സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരുന്ന നോവലുകൾക്ക് ഇന്നിൻ്റെ പശ്ചാത്തലങ്ങളാണ്. ഒരു സമയത്ത് ഇന്നിൻ്റെ പശ്ചാത്തലം ഫോണും ബഹളവും ബൈക്കും ഒക്കെ പശ്ചാത്തലങ്ങളാണ്. പക്ഷേ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ മറ്റൊരു പശ്ചാത്തലമായിരുന്നു. അപ്പം ഓരോ പശ്ചാത്തലങ്ങളുടെയും ആ സ്പന്ദനങ്ങളാണ് കഥകളെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, വാ കീറിയവൻ എന്തോ കൊടുക്കും? നേരെ കൊടുക്കും. എല്ലാം സെറ്റിലായിട്ടൊന്നും കല്യാണം നടക്കത്തില്ല. പിള്ളേരെ എല്ലാം പിടിച്ച് കെട്ടിക്കണം. പിള്ളേരൊക്കെ കെട്ടണം. ആര് തരും? ദൈവം തരും. നിങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നോ? എല്ലാം ആയിട്ടാണോ കെട്ടിയേ? ഓ, ആണോ? അല്ല. എല്ലാം കെട്ടിയിട്ട് എല്ലാം ആയിട്ടാണോ കെട്ടിയേ? അല്ല. പെരയെല്ലാം ഉണ്ടായിട്ടാണോ വീട് കെട്ടിയത്? അല്ല. കെട്ടിയപ്പോൾ എന്തോ കിട്ടി? പിള്ളേരൊക്കെ ആയപ്പം ദൈവം എന്തോ തന്നു? അതല്ല എൻ്റെ സത്യം. അതല്ല എൻ്റെ സത്യം. ഇതെല്ലാം അങ്ങ് മാറും. ഞാൻ ഒന്ന് പറഞ്ഞു പോവുക. ഈ മനുഷ്യൻ്റെ, അപ്പം എനിക്ക് ആദ്യം ഒരു മോളായിരുന്നു. ഞാൻ പട്ടിണിയൊന്നും കിടന്നിട്ടില്ല കേട്ടോ, ഉള്ള പറയണമല്ലോ. പട്ടിണി കിടന്നിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയാണ്.
എന്നാലും ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് പപ്പയുടെ കൂടെയാണ് നിൽക്കുന്നത്. പപ്പയുടെ നിൽക്കാൻ സത്യത്തിൽ പാടാണ്, കാരണം എൻ്റെ അപ്പ മിലിറ്ററിക്കാരനായിരുന്നു, മൂക്കിൻ്റെ അറ്റത്തായിരുന്നു ശുണ്ഠി. അപ്പം അതുകൊണ്ട് എല്ലാ ദേഷ്യവും എങ്ങോട്ടായിരിക്കും, ഇതെല്ലാം സഹിച്ച് നിൽക്കണ്ടേ കല്യാണം കഴിഞ്ഞ്. അതൊരു വിളിയുടെ ഭാഗമായിട്ട് നിന്നാണ്. അപ്പം പക്ഷേ അത് ദൈവം നിയോഗമായിരുന്നു, ട്രെയിനിങ്ങുമായിരുന്നു. എന്നാലും കല്യാണം കഴിഞ്ഞ് ഈ എല്ലാത്തിനും പോയി അപ്പനോട് ചോദിക്കാനോ പോവും ഇല്ല. മോളുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ഡയപ്പറിന് ഭയങ്കര കാശല്ലേ. അപ്പം നമുക്ക് എപ്പോഴും ഡയപ്പർ മേടിക്കാൻ കാശ് കാണും. രാവിലെ ഒരു കല്യാണത്തിന് പോകണം, ഡയപ്പറില്ല, കാശില്ല. വലിയൊരു കല്യാണമാണ്. ഞങ്ങളൊരു പ്ലാസ്റ്റിക് ഷട്ടിക്കകത്ത് തുണിയൊക്കെ വെച്ചുകൊണ്ട് കൊച്ചിനെയും കൊണ്ട് ഒരു വലിയ ഹോട്ടലിൽ കല്യാണത്തിന് പോയി. അത് ഞങ്ങളൊരു അമേരിക്കൻ ആൻറ്റിയുടെ മോടെ കല്യാണമാണ്, വലിയ കല്യാണമാണ്, എല്ലാം അമേരിക്കക്കാരാണ്. കല്യാണത്തിന് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഈ കൊച്ചിന് വയറ്റിൽ നിന്ന് പോവുക, ടുടുടുടുന്ന് അങ്ങ് പോകാൻ തുടങ്ങി. അപ്പോൾ ഇവള് ബാത്റൂമിൽ വാഷ്റൂമിൽ പോകുന്നു വരുന്നു. പിന്നെ കഷ്ടമല്ല, ഞാനും കൂടെ പോയി രണ്ടുപേരും കൂടെ കൊച്ചിനെ പിടിച്ച് ഊരി പിന്നെ വെക്കുന്നു, ആ തുണി കഴുകി വെക്കുന്നു, അടുത്ത തുണി വെക്കുന്നു. ഇങ്ങനെ 2-3 വട്ടം പോയി വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ആൻറ്റി ഇത് കണ്ടു, ഞങ്ങളുടെ അമേരിക്കൻ ആൻറ്റി ഒരൊറ്റ ചാട്ടം എൻ്റെ അമ്മയോട് ഇന്നത്തെ കാലത്ത് വല്ലൊരു പ്ലാസ്റ്റിക് ഷട്ടിക്കകത്ത് തുണിയും വെച്ചോണ്ട് നാണക്കേടൊരു ഡയപ്പർ മേടിച്ചില്ല. അയ്യോ, എൻ്റെ അമ്മ അവിടെ നിന്നുകൊണ്ട് അങ്ങ് തുടങ്ങി. എല്ലാ അമ്മ അങ്ങനെയൊക്കെയാണ്. ഈ അമ്മ എങ്ങനെ അമ്മായിമ്മയാണെന്നറിയാമോ? ലളിതമാണ്. എൻ്റെ അമ്മ പറഞ്ഞു, അയ്യോ എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കത്തില്ലയോ, പക്ഷെ അവർ ചോദിക്കുമോ, അവരെണ്ണും കൂടെ അല്ലയോ, അത്രയും പറഞ്ഞാൽ മതി, ഈസിയാണ്. ആര് അമ്മായിമ്മയാകും. സത്യമായിട്ട് മക്കളെ, ഒരു അമ്മയ്ക്ക് ഒരു മോനും ഒരു മോളും. ഇത് എന്നോട് സത്യമായിട്ടും പറഞ്ഞ കാര്യമാണ്. ആ മോളെ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ അമ്മ എന്നോട് പറയുക, എൻ്റെ മോനെ അവൾക്കൊന്നും അറിയത്തില്ല, ഇതൊക്കെ ആരും അറിയത്തില്ല, എനിക്കറിയാം, ഇവിടെ ഇങ്ങനെ വളർന്നല്ലയോ. അവനാണ് എല്ലാം അറിയാൻ കേട്ടോ. അവൻ കഞ്ഞി വെച്ച് കൊടുക്കും, കാപ്പി അനത്തി കൊടുക്കും, തുണി കഴുകി കൊടുക്കും, എന്ന് വേണ്ട അവനെല്ലാം ചെയ്യും. എൻ്റെ മോള് ഭാഗ്യവതിയാകാം, നല്ല ചെറുക്കനാ, എല്ലാം വെച്ചൊക്കെ കൊടുക്കും, ഭാഗ്യമതി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛാ മോൻ കെട്ടി. അല്ല, അപ്പം അവൻ ഈ അടുക്കള കയറും, കൂട്ടത്തിൽ നിൽക്കും, തുണി അലക്കുന്നിടത്ത് ഒലച്ച് കൊടുക്കും. എന്നോട് പറയുക, എൻ്റെ മോനെ പോലൊരു പെൺകോന്തൻ. അവൻ രാവിലെ അടുക്കള വന്നിരിക്കും, തുണി കഴുകുന്നിടത്ത് പോയി നിൽക്കും, പെൺകോന്തൻ വലച്ച്. മോളാരാ? ഭാഗ്യവതി. മോനാരാ? പെൺകോന്തൻ. ഇതാണ് ആര് തമ്മിലുള്ള വ്യത്യാസം? അമ്മയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നിങ്ങൾ ചോദിക്കും, അമ്മായിമ്മയും മരുമോളും കൂടെ സ്നേഹമായിട്ട് ജീവിക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോ? എവിടെ? എവിടാ? നമ്മുടെ വീട്ടിലുണ്ടായിരുന്നോ? സ്നേഹമായിരുന്നോ? അങ്ങ് പറഞ്ഞാൽ മതി, നമ്മൾ അങ്ങനെയൊക്കെ പറയാവൂ. സ്നേഹത്തിൽ സത്യം സംസാരിക്കണേ. ഒറ്റയിടത്താണ് ബൈബിളിൽ അങ്ങനെ സ്നേഹമായിട്ട് കണ്ടിരുന്നത്. ആരാ? രൂത്തും. അതെന്തുകൊണ്ടാണ് സ്നേഹമായിട്ട് ജീവിച്ചേ? അവിടെ ആണെന്ന് പറയുന്ന വർഗ്ഗം ഇല്ലായിരുന്നു. നവോമിയുടെ ഭർത്താവ് എടുത്തു. ഈ രൂത്തിൻ്റെ ഭർത്താവ് പോയിട്ട് നവോമിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നാലും പ്രശ്നമായനെ. എന്നാ ചോദിച്ചാൽ, ഈ അമ്മായിപ്പം ചെന്നിട്ട് ഈ വിധവയായി മരുമോൾ എടുക്ക ചെന്നിട്ട്, മോളെ നീ കഴിച്ചോടി, മോളെ നീ അങ്ങ് ക്ഷീണിച്ചല്ലോടി എന്ന് പറഞ്ഞാൽ എന്നെ നോക്കാൻ നേരമില്ല. അയാള് ആര് പറഞ്ഞേനെ? നവോമി പറഞ്ഞേനെ. ഇനി നവോമി വിധവയായിട്ട് രൂത്തും ഭർത്താവും മാത്രമേ ഉള്ളെങ്കിൽ പറഞ്ഞേനെ, എന്തോ ചെയ്യാനാ, ബേത്ലഹേമിൽ നിന്ന് പോരുകയും ചെയ്തു, മോവാബി വന്ന് അടിമയായിപ്പോയി, എന്നെ അങ്ങ് എടുത്തോടെ എന്ന് പറഞ്ഞു. അവിടെ സ്നേഹമായിട്ട് ജീവിച്ചത് ആണെന്ന് പറയുന്ന വർഗ്ഗം ഇല്ലായിരുന്നു. ഈ വർഗമാണ് ഇവരെ തമ്മിൽ എന്ത് ചെയ്യുന്നത്? തെറ്റിക്കുന്നത്. സത്യമല്ലേ? ഈ വർഗമാണ് തെറ്റുന്നത്. എൻ്റെ മോനെ അവള് അങ്ങ് വശീകരിച്ചു. എന്നാൽ മരുമോൾ എന്താ പറയുക, എന്നാൽ പിന്നെ കെട്ടിക്കാണാതെ അങ്ങ് പൊന്നുപോലെ വെച്ചോണ്ടിരുന്നാൽ പോരായിരുന്നു. തൃശ്ശൂരും പറയും ഇതല്ല, ഇച്ചിരി കൂടെ നീട്ടിയും കുറിക്കും പറയുന്നുള്ളൂ അല്ലേ? ആണുണ്ടോ തെറ്റോ ശരിയോ? അനുഭവസ്ഥർ കഥ പറഞ്ഞേ. പേടിക്കണ്ട, നിങ്ങളും നാളെ ഇതൊക്കെ തന്നെയാണ്. കാരണം റാഗി ചെയ്യപ്പെട്ടവരാണ് എന്ത് ചെയ്യുന്നേ. പിന്നെ നിങ്ങൾക്ക് അധികം അവസരം കിട്ടത്തില്ല, അവരങ്ങ് മാറി അപ്പുറത്ത് പോയി താമസിച്ചോളും. അതുകൊണ്ട് അവർ വല്ലപ്പോഴും പറഞ്ഞ് ഹായ് എന്നൊക്കെ പറയുമ്പോൾ അവർ നല്ലവരായിരിക്കും. മിക്കവരും എല്ലാവരും UK-ലുമായിരിക്കും.
കാനഡയിലുമായിരിക്കും. വല്ലപ്പോഴും മമ്മി ഹായ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാം. പിന്നെ മരുമക്കൾ സമാധാനിക്കുക, നിങ്ങൾ സഹിക്കുക. എന്നാന്ന് ചോദിച്ചാൽ അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം. അധികം താമസിയാതെ ഈ അമ്മ അങ്ങ് പോടി കൊച്ചേ, പിന്നെ നീ രാജ്ഞിയല്ലയോ. അതുകൊണ്ട് അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ. അതുകൊണ്ട് ഈ സഹനം സന്തോഷത്തോടെ കുറച്ച് നാളത്തേക്കിനുള്ളൂ, പേടിക്കേണ്ട കേട്ടോ. 5-8 വർഷം അവരങ്ങ് പൊക്കോളും. അവർക്കിപ്പം തന്നെ ഡയബറ്റിക്കും കൊളസ്ട്രോളും ഒക്കെ അല്ലേ, അവരങ്ങ് പൊക്കോളും. നീ സമാധാനമായിട്ടിരിക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിലെല്ലാം ചെയ്യുക, അവരോടെല്ലാത്തിനും അഭിപ്രായം ചോദിക്കുക. അവരെല്ലാം പറയും, പക്ഷെ അതൊന്നും കേൾക്കണ്ട. നിങ്ങളുടെ ഇഷ്ടത്തിൽ തന്നെ ചെയ്യുക, തിരിച്ചു പറയാതിരിക്കുക. ഏറ്റവും നല്ല വഴിയാണ്. അമ്മച്ചി എന്തോ പറഞ്ഞാലും അത് കേട്ടോണം. ശരി അമ്മച്ചി എന്ന് പറയണം, നിങ്ങൾക്ക് ഇഷ്ടമല്ല പോലെ ചെയ്താൽ മതി. പക്ഷെ ഒന്നും എന്ത് ചെയ്യരുത്, തിരിച്ച് പറയാം. എല്ലാം കേൾക്കുക, ഒറ്റ അക്ഷരം തിരിച്ച് പറയാതിരിക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിക്കുക. അതൊക്കെ ഒക്കത്തുള്ളൂ. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനൊക്കെ. ഏതായാലും തായ്പുറം പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പം നാണക്കേടും അമ്മയുടെ വർത്താനം കൂടെ ആയപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ ചെവിയിൽ പറഞ്ഞു, ഇനി ഒരു കൊച്ചു വേണമെങ്കിൽ തന്തയ്ക്കെന്ന് ഡയപ്പർ മേടിക്കാൻ കാശുണ്ടാകുന്നു. അന്ന് കൊച്ചു മതി. പക്ഷെ എന്തോ ചെയ്യാനാണ്, ഡയപ്പർ മേടിക്കാൻ കാശില്ല. എൻ്റെ പൊന്നു മക്കളെ, പിന്നെ മക്കളൊക്കെ ഉണ്ടായി. എന്നാലും 2000 ആ ഒരു വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വിദേശയാത്ര പോകാൻ തുടങ്ങി. ഞാൻ അഹങ്കാരം പറയുകയല്ല, വളരെ താണ് പറയുക. ഞാൻ കയ്യും കണക്കും ഇല്ലാതെ യാത്ര പോയി. ഒരാഴ്ചത്തേക്കിന് 2 ആഴ്ചത്തേക്കിന് ഇഷ്ടംപോലെ യാത്ര കോവിഡിന് മുമ്പ് പോയി. അന്ന് പിള്ളേർ കുഞ്ഞാ. പോയിട്ട് വരുമ്പോൾ എല്ലാവരും ചോദിക്കും, പാർശ്വങ്ങളെ വല്ലതും കൊണ്ടുപോകണ്ടേ, എന്താ കൊണ്ടുപോകണ്ടേ, എന്താ ഗിഫ്റ്റ് വേണ്ടേ? ഡയപ്പർ. ഞാൻ കൊണ്ടുവന്ന ഡയപ്പറിന് കയ്യും കണക്കില്ല. അത് കഴിഞ്ഞ് 2018 ഒരു വെള്ളപ്പൊക്കം വന്നു. വീട്ടിലായിരുന്നു ക്യാമ്പ്. 1 ലോഡ് ഡയപ്പറാണ് കൊണ്ടുത്തന്ന ഒരാൾ. റാന്നിക്കാർ മുഴുവൻ ഡയപ്പർ കൊണ്ടുപോയത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അന്ന് എന്നോട് അവൾ പറഞ്ഞ ഡയപ്പർ ഉണ്ടാകുമ്പോൾ വെച്ച് ഇപ്പോൾ ഈ അടുത്തിടെ വരെ ഇരിപ്പുണ്ടായിരുന്ന ഡയപ്പറുകൾ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ഒത്തിരി പേർക്ക് പറക്കി കൊടുത്തു. ഞാൻ പറഞ്ഞത് എല്ലാം സെറ്റിലായിട്ടൊന്നും എന്ത് നടക്കത്തില്ല, കല്യാണമൊന്നും നടക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് സ്റ്റെപ്പ് വെക്കുക, ബാക്കിയെല്ലാം ആര് നോക്കും? കർത്താവ് നോക്കും. തൻ്റെ പ്രിയനോ അവനതിങ്ങനെ ഉറക്കത്തിൽ കൊടുക്കും. അപ്പോൾ അവർ ഇരുവരും നഗ്നരായിരുന്നു, മറക്കരുത്. അപ്പോൾ എല്ലാം സെറ്റ്. മക്കൾ എപ്പം കെട്ടണം? യൗവനത്തിൽ കെട്ടണം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. എപ്പം കെട്ടണം? യൗവനത്തിൽ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനം. അതുകൊണ്ട് ക്രിസ്തീയ കുടുംബങ്ങളോട് പറയട്ടെ, യൗവനത്തിലെ കല്യാണം കഴിക്കണം. 2, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾ 2 രീതിയിലുണ്ടാകാം. ഒന്ന്, ബർത്ത് ബൈ ചാൻസ് ഉണ്ട്, ബർത്ത് ബൈ ചോയ്സ് ഉണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രതിഷ്ഠിച്ചല്ലോ, സമർപ്പിച്ചല്ലോ. ബർത്ത് ബൈ ചാൻസ് എന്താ? വാട്ട് യു മീൻ ബൈ ബർത്ത് ബൈ ചാൻസ്? കല്യാണം കഴിച്ചു, അങ്ങ് കൊച്ചുണ്ടായി പോയി, നമുക്ക് വേണ്ടായിരുന്നു ഇപ്പം, പക്ഷെ എന്തുണ്ടായി? കൊച്ചുണ്ടായി, അബദ്ധത്തിൽ. അത് ബർത്ത് ബൈ ചാൻസാണ്. പക്ഷേ ക്രിസ്തീയ കുടുംബങ്ങളിൽ ബർത്ത് ബൈ ചാൻസ് അല്ല, എഴുതിയിട്ടാൽ നല്ലതാണ്. ബർത്ത് ബൈ ചോയ്സാണ്. അന്നയ്ക്കൊരു കുഞ്ഞ് വേണം. അന്ന ചോയ്സായിരുന്നു. ദൈവസന്ധി പോയി നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു, എനിക്കൊരു കുഞ്ഞിനെ വേണം. അങ്ങനെ ശമൂര് കിട്ടി. അതുകൊണ്ട് എന്തുണ്ടായി? ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകർ. അത് ബർത്ത് ബൈ ചാൻസ് ആയിരുന്നു, ബർത്ത് ബൈ ചോയ്സ് ആയിരുന്നു? ബർത്ത് ബൈ ചോയ്സ്. നമുക്ക് കുഞ്ഞുങ്ങളെ വേണം. കുഞ്ഞുങ്ങൾ എത്ര വേണമെന്നുള്ളത് കർത്താവ്. ഏതായാലും കുഞ്ഞുങ്ങളെ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ വിടുവിൻ, അവരെ എന്ത് ചെയ്യരുത്? തടയരുത്. ഒരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ, കുഞ്ഞ് നമ്മൾക്കുണ്ടായി, വയറ്റ് വെച്ച് അത് അബോർട്ടായി പോയെന്ന് വെച്ചോ, സ്വാഭാവികമായ അബോർഷൻ. ആ കുഞ്ഞ് എവിടെ കാണും? നിത്യതയെ കാണുമോ? ഒരു കുഞ്ഞിൻ്റെ ലൈഫ് മസ്റ്റ് ബി ഓണേഡ് ഫ്രം ഇറ്റ്സ് ബിഗിനിങ് എന്നാണ്. കുഞ്ഞ് ഒരു 2 മാസമായാലും 2 വയസ്സായാലും ദൈവത്തിന് മുമ്പിൽ എങ്ങനെ ഒരുപോലെ. അതുകൊണ്ടാണ് ഭ്രൂണഹത്യ പാപമാണ്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരാൻ വിടുക. ഓരോ കുഞ്ഞും ജനിച്ചെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് എവിടെ പോകാനൊക്കത്തുള്ളൂ? നിത്യതയിൽ പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജന്മത്തെ നമ്മൾ തടഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ നിത്യതയെ നമ്മൾ എന്ത് ചെയ്യുക? തടയുക. അതുകൊണ്ട് മാതാപിതാക്കൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുമ്പോൾ ഓർക്കണം, നമുക്ക് കിട്ടുന്ന ബർത്ത് ബൈ ചാൻസ് അല്ല, ബർത്ത് ബൈ ചോയ്സാണ്. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു കുഞ്ഞിന് വേണ്ടി ദൈവസന്ധി ഇടുകിൽ നിന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് കുഞ്ഞിനെ മേടിക്കണം. ആ കുഞ്ഞിനെ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുകയാണ് ഏറ്റവും വലിയൊരു ദൗത്യമാണ് ദാമ്പത്യത്തിൻ്റെ. നോക്കൂ, അവിടെ ഇരുവരും ആരായിരുന്നു? നഗ്നരായിരുന്നു. അതൊന്ന് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. നഗ്നരായിരുന്നു എന്നുള്ളതിന് ഞാൻ കാണുന്ന ഒരു കാര്യം,
നൈർമല്യമാണ്, ശൈശവ നൈർമല്യമാണ്. എവിടെയൊന്നും വഴിമാറിപ്പോയത് ശൈശവത്തിൻ്റെ നൈർമല്യമാണ്. ഈ മറ, അവരിരുവരും നഗ്നരായിരുന്നു പറയുമ്പോൾ അവർക്ക് മറയ്ക്കാനൊന്നുമില്ലായിരുന്നു. ദാമ്പത്യത്തിൻ്റെ ഏറ്റവും വലിയ സുതാര്യത എന്ന് പറയുന്നത് പരസ്പരം എന്ത് ഇല്ലാതിരിക്കണം, ഒന്നും മറയ്ക്കാനില്ലായിരിക്കണം. മറയെന്ന് അവിടെ നഗ്നരെന്ന് ഉദ്ദേശിക്കുന്നത് 5.5 മീറ്ററിൻ്റെ സാരിയോ ഒരു ചുരിദാറോ ടീഷർട്ടോ ഒന്നും അല്ല. പരസ്പരം എന്തില്ലാതിരിക്കണം, മറയില്ലാതെ ജീവിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞ് എങ്ങനെ ജീവിക്കണം? മറയില്ലാതെ ജീവിക്കണം. യേശുക്രിസ്തു 33 വയസ്സിൽ മരിക്കുമ്പോൾ കാൽവറി കുരിശിൽ നമ്മുടെ നാഥൻ നഗ്നനായിരുന്നു. വിരിക്കപ്പെട്ട കരങ്ങളാൽ തൻ്റെ വസ്ത്രങ്ങൾ അവരഴിച്ചെടുത്തു. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് നല്ല തിളയ്ക്കുന്ന യൗവന, പക്ഷെ മുഴുവൻ ലോകം എന്നെ നോക്കിക്കൂ, എനിക്ക് എന്തില്ല, മറയ്ക്കാൻ ഒന്നുമില്ല. മറകളില്ലാതെ ജീവിക്കണം. ദാമ്പത്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ക്രിസ്തീയ ശുശ്രൂഷയുടെ അനുഗ്രഹം അതാണ്, മറയില്ലാതെ ജീവിക്കണം. എല്ലാവരും പറഞ്ഞ് എങ്ങനെ ജീവിക്കണം? മറയില്ലാതെ. ഇപ്പോൾ ഈ രാഷ്ട്രീയ കൊള്ളക്കളങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുക? ഒരു ദിവസം പുറത്തു വരുന്നു ഇത്ര കോടി രൂപയുടെ ഇത്, ഇത്ര രൂപ ബിനാമി ഇടപാട്, ഇതെല്ലാം കൊള്ളക്കളും ഉണ്ടാക്കും. എന്തുള്ളത് കൊണ്ടാണ്? മറയുള്ളത് കൊണ്ട്. ഇടി പുറകെ വരും, മറയുണ്ടാ, പത്രക്കാർ കുത്തിപ്പൊക്കിയെടുക്കും, പിന്നെ അത് വാർത്തയാകും. ചിലപ്പം ഗവൺമെൻറ് പോലും എന്തു ചെയ്യും? താഴെ വീഴാനിടയാണ്. മറയില്ല ജീവിക്കും. ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹമായിരുന്നു മക്കളെ. ഞാൻ സാധാരണ പറയുന്ന ഒരു കഥയാണ്. വയനെ കിട്ടിയതാ, ഭയങ്കര സ്നേഹമായിരുന്നു. ചെറിയ സ്നേഹമല്ല, ഭയങ്കര സ്നേഹം. അങ്ങനെ ഇരിക്കുക ചേച്ചിക്ക് ഒരു അസുഖം വന്നു. ആ ചേച്ചിയുടെ അടുത്ത് മാറാതെ ചേട്ടൻ ഇരിക്കുക, കൈയെല്ലാം തിരുമ്മി തൂത്തിരുന്നു. തൂത്തും തിരുമ്മിയിരുന്നു. കാണുന്നവർക്കെല്ലാം ഭയങ്കര സന്തോഷം. അവർ ചേട്ടനോട് പറഞ്ഞു, മാറിപ്പോയിട്ട് അവരുടെ ചേട്ടന്മാരോട് പറഞ്ഞു, കണ്ടുപഠിക്കടോ, കണ്ടുപഠിക്കുക, ഇങ്ങനെ വേണം ആണുങ്ങളായ. കണ്ടോ എന്തൊരു സ്നേഹം അങ്ങോട്ട് കൂടിയപ്പോൾ മരിക്കാറായി ഈ സഹോദരി ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ വേറെ പെണ്ണ് കെട്ടണം. സാധാരണക്കാരാണ് എന്ന് പറയും, കെട്ടണം. കെട്ടി വരുന്ന പെണ്ണിൻ്റെ കഴുത്തിൽ എൻ്റെ മാല ഉരിയിടണം. മോളെ നീ അങ്ങനെ പറയല്ലേ, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അവിടെ കാതേൽ എൻ്റെ കമ്മൽ ഉരിയിടണം. അങ്ങനെ പറയല്ലടി. അവിടെ മൂക്കേൽ ഈ മൂക്കുത്തി ഉരിയിടണം. അങ്ങനെ പറയാതെ. എന്നിട്ട് ഒടുവിൽ അവൾ പറഞ്ഞു, ആ പെണ്ണിൻ്റെ കയ്യിൽ ഈ വള ഉരി അവിടെ കയ്യെ ഇടണം. പെട്ടെന്ന് അയാൾ ഓർക്കാപ്പുറത്ത് പറഞ്ഞു, ഈ വള അവിടെ കയ്യെ കയറത്തില്ലെന്ന്. ഈ വള അവിടെ കയ്യേൽ കയറത്തില്ല. എന്താ അർത്ഥം? ഈ മെലിഞ്ഞ കയ്യെ തിരുമുമ്പോഴും തടിച്ച ഒരു കയ്യായി അറിയാതെ. ഒരു ദിവസം ഇതറിയാതെ എന്ത് ചെയ്തു? പുറത്തു വന്നു. അന്നേരമാണ് ഈ മനുഷ്യൻ ചമ്മുന്നത്. എപ്പോഴും ഓർത്തോണേ, ഒരു കാരണവശാലും ദാമ്പത്യത്തിൽ, ജീവിതത്തിൽ എന്ത് പാടില്ല? മറ പാടില്ല. എല്ലാവരും പറഞ്ഞേ, എന്ത് പാടില്ല? മറ പാടില്ല. കഴിവതും ഒരു കോൾ ഹിസ്റ്ററി, ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യാനില്ലാത്ത പോലെ ജീവിക്കണം. ഭാര്യയ്ക്ക് കാണാൻ വയ്യാത്ത, ഭർത്താവിന് കാണാൻ വയ്യാത്ത, മക്കളോട് പറയട്ടെ, പേരൻസിന് കാണാൻ വയ്യാത്ത ഒരു കോൾ ഹിസ്റ്ററി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഡിലീറ്റ് ചെയ്യേണ്ട ഒന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം എത്ര ഡിലീറ്റ് ചെയ്താലും ഇതെല്ലാം മേളി അക്കൗണ്ട് ആകുന്നുണ്ട്. അതൊരു ദിവസം വെളിപ്പെട്ട് വരും. പ്രാർത്ഥിക്കണേ, എങ്ങനെ ജീവിക്കണം? മറയില്ലാതെ ജീവിക്കണം. കര ഉയർത്തി പ്രാർത്ഥിച്ച് മറയില്ലാതെ ഒന്നിനും മറയില്ലാതെ ജീവിക്കണം. സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും ദാമ്പത്യ കാര്യത്തിലാണെങ്കിലും. കുഞ്ഞുങ്ങളെ കോളേജിൽ പോയിട്ടൊക്കെ വരുമ്പോൾ നീ എവിടെ ആയിരുന്നെങ്കിലും ചോദിച്ച 10 കള്ളം പറയാനിടയാകരുത്. എത്ര കള്ളം പറഞ്ഞാലും ഒരു ദിവസം പുറത്ത് വരത്തില്ലേ? കള്ളങ്ങളില്ലാതെ ജീവിക്കാൻ പ്രാർത്ഥിക്കണം. അവർ ഇരുവരും ആരായിരുന്നു? നഗ്നരായിരുന്നു. ഉറക്കെ പറഞ്ഞേ, ഇരുവരും നഗ്നരായിരുന്നു. മറക്കാതെ പറഞ്ഞേ, ഇരുവരും നഗ്നരായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, അവർക്ക് എന്തില്ലായിരുന്നു? മറയില്ല. മറയ്ക്കാൻ പാടില്ല. എന്നിട്ട് അവരെ മുമ്പോട്ട് പോവുക. പക്ഷെ പാപത്തിന് ശേഷം അവർക്ക് എന്തോ ഉണ്ടായി? നഗ്നതയുണ്ടായി, നാണമുണ്ടായി. നാണം ഉണ്ടായപ്പോഴാണ് ദൈവം തോട്ടത്തിൽ വന്നപ്പോൾ അവർ അത്തിയെല്ലാം കൊണ്ട് ഉടുപ്പുണ്ടാക്കിയിട്ട് പോയി എന്ത് ചെയ്തു? പാത്തിരുന്നു. എന്തിനാ ദൈവത്തെ പേടിച്ചവർ പോയേ? എന്തിനാ? സിമ്പിളാണത്. എല്ലാത്തിനും ജയിച്ചു, നല്ല മാർക്ക് കിട്ടി. അച്ചായം വരുമ്പം പേപ്പറുമായിട്ടിരിക്കുമോ അതോ പോയി കിടന്നുറങ്ങുമോ? 97-98 മാർക്കുണ്ട്. എല്ലാത്തിനും നല്ല മാർക്ക്. ഡാഡി വരുന്നിടം വരെ ഉണർന്നിരിക്കുമോ ഉറങ്ങുമോ?
ഉണർന്നിരിക്കും. 50-10 പ്രോഗ്രസ് ഡാഡി ഒപ്പിട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഡാഡി വരുന്നതിന് മുമ്പ് കിടക്കുമോ ഉണർന്നിരിക്കുമോ? കിടക്കും. എന്താ കാര്യം? എന്താ കാര്യം? തോറ്റത് നമ്മളെ പാത്തിരുത്തും. ഇത് തന്നെയാണ് ആദാമും ചെയ്തത്. തോറ്റുപോയി. ആരിൽ നിന്ന് ഓടിപ്പോയി? ദൈവത്തിൽ നിന്ന് ഓടിപ്പോയി പാത്തിരുന്നു. പക്ഷെ കർത്താവ് പിന്നെയും തേടി വന്നു. നീ നഗ്നനല്ലേ, ഒരു കാര്യം ചെയ്യ്, ഇനിയും നിന്നെ കൊണ്ടൊക്കെയില്ല, ഞാൻ മറച്ചു തരാം. മൃഗത്തിൻ്റെ തോല് കൊണ്ട് മനുഷ്യൻ്റെ പാപത്തിൻ്റെ നഗ്നത മറച്ചു. മനുഷ്യൻ്റെ പാപത്തിൻ്റെ നഗ്നത മറയ്ക്കാൻ അവൻ്റെ ശ്രമങ്ങൾ പര്യാപ്തമല്ലെന്ന് കണ്ടപ്പോഴാണ് ഒരു മൃഗത്തിൻ്റെ തോല് കൊണ്ട് നഗ്നത മറച്ചത്. മൃഗത്തിൻ്റെ തോല് കൊണ്ട് നഗ്നത മറയ്ക്കണമെങ്കിൽ ആര് കൊല്ലപ്പെട്ടിട്ടുണ്ട്? മൃഗം കൊല്ലപ്പെട്ടിട്ടുണ്ട്. 3-ാം അധ്യായം. വീണ്ടും മുമ്പോട്ട് പോകട്ടെ. ദൈവം അവരെ തോട്ടത്തിന് പുറത്താക്കി. 4-ാം അധ്യായത്തിൽ ഒരു വളരെ ഒരു വലിയ കാര്യമുണ്ട്. കായിനും ഹാബേലുമാണ്. കായിനും ഹാബേലും കൂടെ എങ്ങോട്ട് പോയി? വയലിലേക്ക് പോയി. ഇവിടുത്തെ ഇവർ തമ്മിൽ കൊല്ലാനുള്ള കാര്യം എന്താ? ഹലോ, ഈ ചേട്ടൻ അനിയനെ കൊന്ന എന്തിനാ? അസൂയാണ്. എന്തുകൊണ്ട് അസൂയ ഉണ്ടായേ? അനിയന് ഈ സിബിളിംഗ് റിവൽറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സിബിളിംഗ് റൈവൽറി, സഹോദരന്മാർ തമ്മിൽ. മൂത്തൊരു കുഞ്ഞിന് 5 വയസ്സായപ്പോൾ ഇളയൊരു കുഞ്ഞ് വന്നു. ഇളയ കുഞ്ഞിനെ എല്ലാവരും കൂടെ വാരി മൊത്തം. ഇന്നലെ വരെ അവൻ രാജാവായിരുന്നു. അപ്പോഴാണ് ഇന്ന് അവന് എന്തായി ശ്രദ്ധിച്ചപ്പം അവന് കൊച്ചവനോട് എന്താ ഉണ്ടാകും? അസൂയ ഉണ്ടാകും. പിന്നെ കുറച്ച് വളർന്ന് വരുമ്പം ചിലർ പറയത്തില്ലേ, എനിക്കാണ് തന്നോ നിങ്ങളെല്ലാവരും അവക്കല്ലേ കൊടുത്തേ, അവൾക്കെല്ലാം കൊടുക്കത്തില്ലേ? ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? സിബിളിംഗ് റിവൽറിയാണ്. സിബിളിംഗ് റിവൽറി വേദവസത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഏശാവും യാക്കോബും തമ്മിൽ, ആങ്ങളയും പെങ്ങളും തമ്മിൽ. പിന്നെ പറഞ്ഞു, ജോസഫിനോട് എല്ലാ ചേട്ടന്മാർക്കും കൂടെ എന്താ തോന്നി? അസൂയ തോന്നി. സിബിളിംഗ് റിവൽറി എല്ലാത്തിൻ്റെ ഒരു ഭാഗമാണ്. മിരിയാമും മോശ തമ്മിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള നാത്തൂമ്പോരായിരുന്നു. എവിടെ? മിരിയാമിൻ്റെ വീട്ടിൽ. കളറുമില്ലെന്ന് നാത്തൂനെ കെട്ടിക്കൊണ്ട് വന്നതാ. കൊണ്ടടക്കാൻ കൊള്ളാമോ? ആര്? മിരിയാം. കൂശ് സ്ത്രീ. ഒരു ഗുണമുണ്ടായി, മിരിയാമിനോട് അതിൻ്റെ തിരിച്ചടി കിട്ടുകയാണ്. അപ്പം കായിന് ഹാബേലിനോട് എന്തു തോന്നി? അസൂയെന്ന് അവിടെ പറയുന്നില്ലെങ്കിലും ടിപ്പിക്കലായിട്ട് ആ റീസൺ എന്താ? അസൂയാണ്. ഈ അസൂയ എവിടെ കൊണ്ടെത്തിക്കും? കോപത്തിക്കും. വേദവസത്തെ ആദ്യമായിട്ട് അസൂയ എന്നൊരു പദം കാണുന്നത് ഇസാക്ക് ആ ദേശത്ത് വിതച്ചു, ആയാണ്ടി വിതച്ചു, 100 മേനി വിളവ് കിട്ടി. ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഈ അസൂയ ഒരു വലിയ വികാരമാണ്. അത് ചേട്ടനും അനിയനോടും തോന്നാം, ഭാര്യയ്ക്കും ഭർത്താവിനോട് തോന്നാം. നല്ലൊരു പാട്ടുകാരനും പാട്ടുകാരത്തിയും ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഭയങ്കര പാട്ടുകാരത്തിയായിരുന്നു. അപ്പോൾ ആൾക്കാർ വന്ന് പറയാം, ചേച്ചിയും കൊണ്ട് ഒരു പാട്ടുകൂടെ പാടിക്കാൻ പറഞ്ഞാൽ അന്ന് അയാൾ അവരെ അടിക്കുമായിരുന്നു. മനുഷ്യൻ്റെ മനസ്സ് ഭയങ്കരമാണ്, കോംപ്ലക്സാണ്. അപ്പം അസൂയാണ്. പക്ഷേ ഈ അസൂയ ഉണ്ടാകാനുള്ള കാരണം ആരാധനയാണ്. ആരാധനയിൽ പ്രശ്നമുണ്ടായപ്പോൾ കായിൻ ആരെ കൊന്നു? ആബേലിനെ കൊന്നു. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന എന്തിൻ്റെ പേരിലാണ്? ആരാധന പേരില്ല. പക്ഷെ അതിന് ദൈവിക സന്ദേശം അവിടെ ഉണ്ട്. ചേട്ടൻ അനിയനെ കൊല്ലുകയാണ്. ഇസ്ലാം ക്രിസ്ത്യനെ കൊന്നാലും, ഹിന്ദു മുസ്ലിമിനെ കൊന്നാലും, ഇസ്ലാം ഹിന്ദുവിനെ കൊന്നാലും, സിഖുകാരനെ കൊന്നാലും സത്യത്തിൽ വേദപുസ്തകം കൊടുക്കുന്ന സന്ദേശം ചേട്ടൻ ആരെ കൊല്ലുക? അനിയനെ കൊല്ലുക. കായിനും ആബേലും കൂടെ പോയി. എന്നിട്ട് ആബേലിനെ പറഞ്ഞു, നമുക്ക് എങ്ങോട്ട് പോകാം? ഞാനത് വായിച്ച് ഒത്തിരി വട്ടം കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. നിങ്ങൾ വേദപുസ്തകം ഇങ്ങനെ വായിക്കണം. ഒരു ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ മാമ വന്ന് അനിയൻ മാമയോട് പറഞ്ഞു, നമുക്ക് പാം. ഈ ചേട്ടനും അനിയൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് അനിയൻ പോകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു സംരക്ഷണമാണ്. കാരണം അവൻ്റെ കൂടെ ആരുണ്ട്? ചേട്ടനുണ്ട്. നിങ്ങൾ ഉറങ്ങാതിരിക്കണേ. ഈ ഉറങ്ങാൻ തോന്നുന്നവർ ഒന്ന് എഴുന്നേക്കുവോ, ഒന്ന് മുരിവിടുകയോ, അല്ലെ ഒന്ന് പിച്ചുവോ, അടുത്തിരിക്കുന്ന ആളെയല്ല നിങ്ങളെ തന്നെ ഒന്ന് പിച്ചുവോ ഒക്കെ ചെയ്യണം. ഈ നല്ല കാറ്റും AC ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം? ഉറക്കം വരാം. പിന്നെ ഒരു പോരാട്ടമുണ്ട്, എപ്പോൾ യോഗത്തിരുന്നാലും ഉറക്കം വരിക. അതൊരു പോരാട്ടം കൂടെ കേട്ടോ. കാരണം നിങ്ങൾക്ക് ഒരിക്കലും വചനം കേൾക്കാനൊക്കത്തില്ല, പ്രാർത്ഥിക്കണം. വല്ലപ്പോഴും അല്ല, സ്ഥിരം ഉറങ്ങുകയാണെങ്കിൽ അതിന് ഉപയോഗിച്ച് ജയം നേടണം. അപൂർവമായി ഒരു ദിവസം ഉറങ്ങിയ പോരാട്ടമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ സ്ഥിരമായിട്ടങ്ങ് ഉറങ്ങുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് മാറ്റിയൊക്കത്തുള്ളൂ. അതൊരു ചെറിയ കാര്യമല്ല, അത് അപകടകരമാണ്.
അപ്പം ചേട്ടനും അനിയനും കൂടെ പോവുക. ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അനുഭവിക്കുന്ന എപ്പോഴാണ്? ചേട്ടനും കൂടെ പോകും. ആണോ? എൻ്റെ അപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടേ. ഇവർ ചേട്ടനും അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ തോട്ടത്തിലൊക്കെ ജീവിച്ചവരാ, തോട്ടം ലൈഫായിരുന്നു, എന്നും വഴക്കം വല്ലതും ഒക്കെ ഉള്ള ലൈഫ്. അപ്പോൾ ഈ എല്ലാം കൂടെ കള്ളു കുടിക്കാൻ പോകും. കുറേ കൂട്ടുകാരും കൂട്ടി പോകും. ഈ കള്ളുകാരൻ ഇവരാണ് കൊണ്ടുപോകുന്നത്. കള്ള് കുടിക്കാൻ വേണ്ടി ചേട്ടനും അനിയും കൂടെ പോകുമ്പോൾ ഇവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ചേട്ടനാണ് നിൽക്കുന്നതെങ്കിൽ ആദ്യം ചെല്ലുമ്പോൾ ഒരു ശകലം കൊടുത്തിട്ട് പറയും മാറിയിരുന്നോളെ. അന്ന് അനിയൻ കുടിച്ച് അങ്ങ് എടുക്കും. അടുത്ത ദിവസം അനിയൻ ഇച്ചിരി കൊടുത്തിട്ട് മാറ്റിയിരുത്തും. ചേട്ടന് നല്ലപോലെ അടിക്കും. അത് കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ കള്ള് ഷാപ്പിലൊരു അടിയുണ്ടാവും. അപ്പോൾ ഒറ്റ ഒരുത്തം കുടിക്കാതിരുന്നാൽ ഈ ചേട്ടനെയും ബാക്കിയുള്ളവരെയും രക്ഷിക്കാൻ ഒരാൾ നിന്നാൽ മതി. ഒട്ടുപോയൊക്കെ ഒരു എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ ഒരുത്തം കുടിക്കാതിരിക്കും. അവർക്കറിയാം ബാക്കി കൂട്ടുകാരെ കുടിപ്പിക്കാതിരുന്ന അവന്മാർ ഓടും. പക്ഷേ ചേട്ടനും അനിയനും ആണെങ്കിൽ കൊണ്ട എന്ത് ചെയ്യത്തുള്ളൂ? പോത്തുള്ളൂ. അത്ര വലിയൊരു ബന്ധമാണ് ആര് തമ്മി? ചേട്ടൻ അനി. ഒരു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ മൂത്ത ചേട്ടൻ മോന്. അവൻ്റെ അനിയനുണ്ടായിരുന്നു. ഇവന്മാർ കൊച്ചിലൊരു അടിയുണ്ടാക്കി ഇവൻ അവൻ്റെ മൂക്കിനിടിച്ചു. ഒറ്റ ഇടിക്കുക. ഇവന് നല്ല വണ്ണമായിരുന്നു, മറ്റൊരു മെലിഞ്ഞ. ഒറ്റ ഇടിക്കുക അവൻ്റെ മൂക്ക് പോയി. മൂക്കിൽ കൂടെ ചോര വന്നു. ആശുപത്രി കൊണ്ടുപോയി ഐസൊക്കെ വെച്ചു. തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട് മനസ്സിലായല്ലോ. നിങ്ങളുടെ വീട്ടിലെ പിള്ളേർ തമ്മിൽ വഴക്കാന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഒറ്റ ഇടിക്ക് ആശുപത്രി പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഈ അനിയൻ ഇങ്ങനെ ചോര ഇങ്ങനെ മൂക്കൊക്കെ വീങ്ങി. ഇവനെ കൊച്ചല്ലേ എല്ലാവരും കൂടെ വിരട്ടി, ഇപ്പം പോലീസ് വരും, നിന്നെ കൊണ്ടുപോകും. ആശുപത്രിയിൽ പോയി അടിക്കേസുമായി പോയാൽ അത് ആര് റിപ്പോർട്ട് ചെയ്യും? ആശുപത്രിക്കാർ പോലീസിനെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ അടി കൊണ്ട് കിടന്ന അനിയൻ കുറച്ച് കഴിഞ്ഞപ്പം കേട്ടി പോലീസ് വരുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റിട്ട് അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ എന്തിനാണ് പോലീസ് വരുന്നത്? അപ്പച്ചൻ പറഞ്ഞു, നിൻ്റെ ചേട്ടൻ നിന്നെ അടിച്ചു, ആശുപത്രിയിൽ പോയി, പോലീസ് വരും. ഇവനങ്ങ് ദേഷ്യപ്പെട്ടു. കൊച്ച് എൻ്റെ ചേട്ടനെ എന്നെ അടിച്ചത് എനിക്ക് കുഴപ്പമില്ലെങ്കിൽ ആർക്കാ കുഴപ്പം? ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇവന്മാരെ കാണുന്നില്ല. തപ്പിച്ചെന്നപ്പോൾ അടി കൊണ്ട അനിയൻ അടിച്ച ചേട്ടനെ ഒരു പുതപ്പി കെട്ടിപ്പിടിച്ച് ഉറക്കുക. ആര് കൊണ്ടുപോയിരിക്കാൻ? പോലീസ് കൊണ്ടുപോയിരിക്കാൻ. ആ ചേട്ടൻ്റെ കയ്യെ പിടിച്ചുകൊണ്ടാണ് ആര് പോയത്? ആവേര് പോയത്. വയലിൽ ചെന്നപ്പോൾ കൊല്ലാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു കാണും, ചേട്ടാ എനിക്ക് വയ്യ, വിശ്വസിക്കാൻ വയ്യ, ചേട്ടനാ എന്നെ കൊല്ലുവാണോ? അവസാനം അവൻ പറഞ്ഞു കാണും, ചേട്ടാ കൊല്ലല്ലേ, ഞാനങ്ങ് ദൂരെ പോവാം. പക്ഷെ ചേട്ടൻ ആരെ കൊന്നു? അന്നെ കൊന്നു. ഇതിൻ്റെ കാര്യം എന്നാ? ഇതിൻ്റെ കാര്യമുണ്ട്. അപ്പനും അമ്മയും ദൈവത്തിൽ നിന്നകന്നു. അപ്പനും അമ്മയും ദൈവത്തിൽ നിന്നകന്നപ്പോൾ അവർ തമ്മിലകന്നു. ആദം പറഞ്ഞു, ഈ സ്ത്രീ എനിക്ക് തന്നു, ഞാനെന്ത് ചെയ്തു? കഴിച്ചു. പരസ്പരം അവർ കുറ്റപ്പെടുത്തിയപ്പോൾ ആര് തമ്മിൽ അകന്നു? മക്കൾ തമ്മിൽ അകന്നു തന്നെ. അകലം ഒരുത്തനില്ലാതായി. ഇതിൻ്റെ എല്ലാം കാരണം ആരിൽ നകന്ന? ദൈവത്തിൽ നകന്ന. കുടുംബങ്ങൾ ദൈവത്തിൽ നകന്ന മക്കൾ തമ്മിൽ അകലും. മക്കൾ തമ്മിൽ അകന്ന അവരൊരിക്കലും തമ്മിൽ ഒരുത്തനും ഇല്ലാതാകാം. ഇതിനെല്ലാം വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മാതാപിതാക്കളോട് പറയല്ലേ, മക്കളെ ഓർത്ത് ആരെയും നകലല്ലേ, ദൈവത്തിൽ നകലല്ലേ. മറകളില്ലാതെ ജീവിക്കണം. ദൈവത്തിൽ നകത്തും ഒരുത്തനില്ലാതായി. ഒടുവിൽ കായിനങ്ങ് പോയി. എവിടെ പോയി? കിഴക്കോട്ട് പോയി. അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് അങ്ങോട്ട് പോയി. മോദ് ദേശത്ത് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഏതന് കിഴക്ക്. എനിക്കറിയത്തില്ല, അതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, എടാ മോനെ കിഴക്കോട്ട് പോകല്ലേടാ, ഏറെ കിഴക്കോട്ട് പോകല്ലേടാ, പനി പിടിക്കും. കായിൻ്റെ വാക്കായിരിക്കും. കിഴക്കോട്ട് പോയാൽ എന്താ പിടിക്കും? ഒത്തിരി കിഴക്കോട്ട് പോയി. നിങ്ങൾ ആ ചൊല്ലി കേട്ടിട്ടില്ലേ? ഏറെ കിഴക്കോട്ട് പോകല്ലേ, എന്താ പിടിക്കും? പനി പിടിക്കും. ഏതായാലും കായിനങ്ങ് പോയി. എവിടെ? കിഴക്ക് പോയി. ഈ കായും പോയിട്ട് കായിനൊരു കൊച്ചുണ്ടായി. കൊച്ചിൻ്റെ പേരെന്താ? ഹാനോക്ക്. കണ്ടോ? കൊച്ചിൻ്റെ പേര് ഹാനോക്ക്. ഹാനോക്കിൻ്റെ പേരിൽ ഈ അപ്പൻ ഒരു പട്ടണം പണിത. പട്ടണത്തിന് എന്തെന്ന് പേരിട്ടു? ഹാനോക്ക്. പട്ടണത്തിന് പേരിട്ടു ഹാനോക്ക്. പാവം പിടിച്ച അച്ചായൻ ഓട്ടോറിക്ഷ മേടിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ എഴുതി വെച്ചു ഹാനോക്ക്. അല്ലെങ്കിൽ പട്ടണത്തിന് ഹാനോക്ക്. നമ്മുടെ അച്ചായന്മാരൊക്കെ എന്തൊക്കെ എഴുതും? ഓട്ടോറിക്ഷ എഴുതും, അല്ലെങ്കിൽ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ എഴുതും ബിജു നിവാസ്. എൻ്റെ മക്കളുടെ പേര്. പാവം ഒരു പട്ടണം തന്നെ പണിതിട്ട് അതിനെന്തോ ഇട്ടു? ഹാനോക്കെന്ന് പേരിട്ടു. പക്ഷേ ഹാനോക്കിനെ ആരെങ്കിലും ഈ ഹാനോക്കിനെ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഈ ഹാനോക്കല്ല മറ്റേ ഹാനോക്ക്. ഈ ഹാനോക്കിനെ ഓർക്കുന്നുണ്ടോ? ഇല്ല. അവിടെ ഒരു കാര്യമുണ്ട്. ദൈവം പേര് നിർത്തിയില്ലെങ്കിൽ
നമ്മൾ പേരുണ്ടാക്കാൻ എന്തോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അബ്രഹാമോട് ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ പേര് വലുതാക്കും. അതിന്നും വലുതായി കിടക്കുക. അവനവൻ വലുതാക്കാൻ നോക്കിയാൽ വലുതാവുമോ? ഇല്ല. അങ്ങനെ കിഴക്ക് പോയി. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദത്തിന് അടുത്ത ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിൻ്റെ പേരെന്താ? ശേത്ത്. ശേത്തിൻ്റെ വംശപാരമ്പര്യം. അപ്പോൾ അവിടെ ഒരു കൈന്യ വംശപാരമ്പര്യം വേറെ വരുന്നുണ്ട്. ഇവിടെ കാണുന്ന വംശപാരമ്പര്യം ആരുടെയാണ്? ശേത്തിൻ്റെ വംശപാരമ്പര്യം. എന്താണ്? ശേത്തിൻ്റെ വംശപാരമ്പര്യത്തിലൂടെ പോവുകയാണ്. അതിൽ ആദാം മുതൽ 7-ാമനായ ഹാനോക്കിൻ്റെ ചരിത്രം മുമ്പോട്ട് പോയിട്ട് 21-ാമത്തെ വാക്യം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ ആരെ ജനിപ്പിച്ചു? മെഥൂശലേഹ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആരെ ജനിപ്പിച്ചു? മെഥൂശലേഹ്. അവരൊക്കെ പറഞ്ഞേ മെഥൂശലേഹ്. മെഥൂശലേഹ്. ഈ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, പറഞ്ഞാൽ നമ്മളങ്ങ് മറക്കത്തില്ല. അല്ലാതെ എന്നെ അനുസരിക്കാൻ വേണ്ടി പറയുന്നതല്ലേ, വാശിയൊന്നും വേണ്ട. പറഞ്ഞാൽ ഓർത്തിരിക്കും. ഹാനോക്കിന് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിൻ്റെ പേരെന്താ? മെഥൂശലേഹ്. മെഥൂശലേഹ് എന്നുള്ള പേരിട്ടു. ഇന്നിട്ട കുഞ്ഞിൻ്റെ പേരെന്താ? നോയൽ എന്ന് പേരിട്ടു. ഞാൻ നോയൽ നല്ല പേരാണ്, നോയൽ. എന്നാലും ഈ പേരിടുമ്പോൾ ദൈവത്തോട് ചോദിക്കണം. ഈ ഹാനോക്ക് പേരിട്ടതൊരു വെളിപ്പാടായിരുന്നു. മെഥൂശലേഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആർക്കെല്ലാം അറിയാമോ? അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. വെൻ ഹീ ഡൈസ് ഇറ്റ് വിൽ ഹാപ്പൻ. ദാറ്റ് ഇസ് വാട്ട് മീനിങ് ഓഫ് മെഥൂശലേഹ്. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ചുമ്മാ പേരിടല്ലേ. മൂത്ത മോന് ഒരാൾ പേരിട്ടു അനീഷ്. രണ്ടാമതൊരു പെണ്ണെ ആഗ്രഹിച്ചു, ഒരാണിനെ കെട്ടി, പേരിട്ടു സുനീഷ്. വീണ്ടും ഒരു പെണ്ണിനെ ആഗ്രഹിച്ചു, പക്ഷെ കിട്ടിയത് ഒരു മോന്, പേരിട്ടു ഫിനിഷ്. അനീഷ്, സുനീഷ്, ഫിനിഷ്. അങ്ങനെ വേണോ പേരിടാൻ? അല്ല. പേരിടുമ്പം ദൈവത്തോട് ചോദിക്കണം. ദൈവം ആലോചനയൊക്കെ തരും. ഒത്തിരി പേരുണ്ട് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പേരൊക്കെ ദൈവസന്നിധി പ്രാർത്ഥിച്ച് മേടിക്കുന്നുണ്ട്. അപ്പോൾ പേരൊക്കെ കിട്ടും. ഏതായാലും മെഥൂശലേഹ് എന്നുള്ളത്. മെഥൂശലേഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവം. അപ്പോൾ ഈ മുന്നറിവ് ആർക്കുണ്ടായി? ഹാനോക്കിന് ഉണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളോട് പറയട്ടെ, നമ്മുടെ വീടിനെ സംബന്ധിക്കുന്ന എന്തോ വേണം? മുന്നറിവ് വേണം. ഓരോ വീടിൻ്റെയും പ്രവാചകൻ ആരാണ്? ആ വീട്ടുകാരാണ്, അപ്പനും അമ്മയാണ്. പ്രവാചകരായിരിക്കണം. എൻ്റെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നെ അറിയിക്കണേ, എനിക്കൊരു മുന്നറിവ് തരണമെന്ന് പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? മുന്നറിവിന് വേണ്ടി. പറഞ്ഞേ, മുന്നറിവ്. എന്തിനെക്കുറിച്ച്? നമ്മുടെ വീടിനെ കരം ഉയർത്തി പ്രാർത്ഥിച്ചേ. എല്ലാവരും ഗൗരവമായിട്ട് കാണുന്ന നിമിഷങ്ങളെ. എൻ്റെ വീടിനെ സംബന്ധിക്കുന്ന എന്ത് വേണം? മുന്നറിവ്. മറക്കരുത്. എന്ത് വേണം? മുന്നറിവ് വേണം. അങ്ങനെ മുന്നറിവിന് വേണ്ടി മെഥൂശലേഹ് ഉണ്ടായി. ഈ മെഥൂശലേഹ് മരിക്കുമെന്നുള്ള, അല്ലെങ്കിൽ അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കുമെന്നുള്ള തിരിച്ചറിവിൽ ഈ അപ്പൻ സ്വാഭാവികമായിട്ടും അപ്പം ഇവനെ കാണുമ്പോഴും പോകുമ്പോഴും എല്ലാം പ്രാർത്ഥിച്ചു കാണും, ദൈവമേ ഇവൻ ഉടനെ എന്ത് ചെയ്യരുതേ, മരിക്കും. അതുകൊണ്ട് തന്നെ ഇവൻ്റെ മരണം നീണ്ടു പോയി. വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചത് ആരാ? മെഥൂശലേഹ്. എത്ര വർഷം? 969. കുറിച്ചിട്ടേ 969. ഇനി ഒരു കണക്ക് നോക്കിക്കൂ. മെഥൂശലേഹിന് 187 വയസ്സായപ്പോൾ ലാമക്കിനെ ജനിപ്പിച്ചു. മെഥൂശലേഹിൻ്റെ ആദ്യം മൊത്തം ആയുസ് 969 മൈനസ് 187, 782. അടുത്തത് ലാമക്കിന് 182 വയസ്സായപ്പോൾ അവൻ ആരെ ജനിപ്പിച്ചു? നോഹയെ ജനിപ്പിച്ചു. 782 മൈനസ് 182 സമം 600. എത്രയായി? 600. സംഖ്യ പിടി കിട്ടിയോ? ഇനിയും 7-ാം അധ്യായത്തിൽ നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ ഭൂമിയിൽ എന്ത് തുടങ്ങി? ജലപ്രളയം. അപ്പം മെഥൂശലേഹിന് എത്ര വയസ്സായി? 600 അധികം 182 അധികം 187 സമം 969. കൃത്യം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന വർഷം ആര് മരിച്ചു? മെഥൂശലേഹ് മരിച്ചു. മെഥൂശലേഹ് മരിക്കുമെന്ന് സംഭവിക്കുന്ന ആർക്കറിയായിരുന്നു? ഹാനോക്കിന് അറിയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഹാനോക്കിന് അറിയായിരുന്നു. ഹാനോക്ക് അന്നേരം ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ഹാനോക്കൊപ്പം പ്രാർത്ഥിച്ചത് കൊണ്ട് ആ തലമുറയിൽ ഒരു ഗുണമുണ്ടായി. ഹാനോക്കിൻ്റെ മകൻ, മെഥൂശലേഹിൻ്റെ മകൻ, ലാമക്കിൻ്റെ മകൻ, നോഹയുടെ തലമുറയും നോഹയും ആര് പ്രിസർവ് ചെയ്തു?
ദൈവം പ്രിസർവ് ചെയ്യും. ഒരു കാര്യം ഓർത്തോണേ, നമ്മൾ മരിച്ചാലും നമ്മുടെ പ്രാർത്ഥന സംസാരിക്കും. ഹാനോക്ക് എടുത്തുകൊണ്ടപ്പെട്ടു. പക്ഷേ ഹാനോക്ക് ഈ ഭൂമിയിൽ 300 വർഷം തൻ്റെ മകന് വേണ്ടി മുന്നറിവിൽ ഒരുക്കിയ കണ്ണീര് അത് വീണ്ടും സംസാരിച്ചു തുടങ്ങി. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കണ്ടോ, സംസാരിച്ചു. അങ്ങനെ നോഹ മരിക്കുമ്പോൾ നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ ഭൂമിയിൽ എന്ത് തുടങ്ങി? ജലപ്രളയം തുടങ്ങി. അപ്പോൾ ഭൂമി ജലപ്രളയം തുടങ്ങി. അപ്പോൾ നമുക്കെല്ലാവർക്കും എന്തു വേണം? മുന്നറിവ് വേണം. എല്ലാവരും ഒന്ന് എഴുതിയിടാമോ? എന്തു വേണം? മുന്നറിവ് വേണം. ഞാൻ പറയുന്നത് നിങ്ങൾ ലോകോത്തര പ്രവാചകരാകണമെന്നൊന്നുമല്ല. പക്ഷെ നമ്മുടെ വീടിനെ സംബന്ധിക്കുന്ന ചില വെളിപ്പാടുകളൊക്കെ ദൈവം തരും. ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവേ എന്നെ അറിയിക്കാതെ എൻ്റെ വീട്ടിലൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കണം. അതിനൊരു വലിയ പ്രവാചകൻ വരണ്ട, അവരെ തേടി പോകണമെന്നുമില്ല. പ്രവാചനം തെറ്റല്ല, പ്രവചനം ഉള്ളതാണ്. പക്ഷെ അവരെ തേടി പോകണ്ട. ദൈവം നിങ്ങളെ അറിയിക്കാനുള്ളതൊക്കെ എന്തു ചെയ്യും? അറിയിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, മുന്നറിയിപ്പ്. അങ്ങനെ 6-ാം അധ്യായത്തിൽ, ഈ 6-ാം അധ്യായത്തിലാണ് പ്രളയ കാരണം കാണുന്നത്. എന്താണ്? ബോധിച്ച ഏവരെയും എന്തായിട്ടെടുത്തു? ഭാര്യമാരായിട്ടെടുത്തു. ഭാര്യമാരായിട്ടെടുത്തു. പറഞ്ഞോ, ബോധിച്ച ഏവരെ എന്തെടുത്തു? ഭാര്യമാരായിട്ടെടുത്തു. സത്യത്തിൽ ആദാമിന് ദൈവം ഹവ്വയെ കൊടുത്തപ്പോൾ ഏകപത്നി വ്രതരായിട്ടും ഏകഭർത്തൃവ്രതരായിട്ടും ജീവിക്കേണ്ടവർ ബോധിച്ച ഏവരെയും ഭാര്യമാരെടുത്ത് ഭൂമിയിൽ ദൈവത്തിൻ്റെ പുത്രന്മാർ ആരെടുക്ക ചെന്നു? മനുഷ്യൻ്റെ പുത്രന്മാരെടുക്ക ചെന്നു. ദൈവത്തിൻ്റെ പുത്രന്മാർ, മനുഷ്യൻ്റെ പുത്രൻ. സാധാരണ അതിനെപ്പറ്റി ഒരു വലിയ ചോദ്യമുണ്ട്. ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യൻ്റെ പുത്രന്മാരും വീണുപോയ പിശാചുക്കൾ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കാണാം. സിമ്പിളായിട്ട് എനിക്ക് ദൈവം ഒരിക്കൽ തന്ന ഒരു ആൻസറുണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചു, പക്ഷേ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ക്യാമ്പിലാണ് ഇച്ചിരി കുരുട്ട് ചോദിച്ചതാ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടി. ദൈവത്തിൻ്റെ മക്കൾ, മനുഷ്യൻ്റെ മക്കൾ. രക്ഷിക്കപ്പെട്ടവരെല്ലാം ആരുടെ മക്കളാണ്? അവരുടെ അപ്പനാരാ? ദൈവം. രക്ഷിക്കപ്പെടാത്തവരിൽ കർത്തൃത്വം നടത്തുന്ന ആരാ? പിശാചാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാൾ പോയി രക്ഷിക്കപ്പെടാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ എന്തു പറ്റും? മക്കളെ, രക്ഷിക്കപ്പെടാത്ത ഒരാളെ പോയി കല്യാണം കഴിച്ചാൽ എന്തോ പറ്റും? പറ. മുമ്പേ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. നിന്റെ അമ്മായിപ്പം പിശാചാവും. രക്ഷിക്കപ്പെട്ട ആളുടെ അപ്പനാരാ? ദൈവം. രക്ഷിക്കപ്പെടാത്തവരെ കത്ത് നടന്ന ആരാ? പിശാച. അപ്പോൾ അവരെ കല്യാണം കഴിച്ചാൽ അമ്മായിപ്പനാരാകും? ഏതിനും പറയും, എന്തിനാണ് എൻ്റെ കൊച്ചിനെ വഴക്കുണ്ടാക്കി, എന്തിനാണ് അവളെ കൊണ്ട് യോഗത്തിന് പോയെ, നിനക്ക് മര്യാദ തന്നെ പോയാൽ പോരാടാ എന്നും പറഞ്ഞിട്ട് ഈ അമ്മായിപ്പന് എപ്പോഴും എന്തിനു വരും? വഴക്കിന് വരും. അങ്ങനെ വഴക്കിന് വരാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പുത്രന്മാർ ആരെടുക്ക പോയി? മനുഷ്യൻ്റെ പുത്രന്മാരെടുക്ക പോയി. ബോധിച്ച ഏവരെയും അന്ന് ഒറ്റയാളെ ദൈവം തിരഞ്ഞെടുത്തു. ആരെ? നോഹയെ. കാര്യമുണ്ട്. നോഹയ്ക്ക് ആരെ ബോധിച്ചു? ദൈവത്തെ ബോധിക്കാൻ കാര്യം. നോഹയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 1. അപ്പം അന്നെല്ലാവരും ഒത്തിരി പേരുടെ ബഹുഭാര്യത്വമുള്ളപ്പം നോഹയ്ക്ക് മാത്രം എത്ര ഭാര്യ? 1 ഭാര്യ. തത്വത്തിൽ നോഹയ്ക്ക് ഭാര്യ ബോധിച്ചത് കൊണ്ട് ദൈവത്തിന് ആരെ ബോധിച്ചു? നോഹയെ ബോധിച്ചു. അപ്പം ദൈവം ബോധിക്കാനുള്ള വഴി എന്തുവാ? ഒരാളെ ദൈവം ബോധിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ഒരാളെ ദൈവം ബോധിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? സിമ്പിളാണ്. അവൻ്റെ ഭാര്യയെ എന്ത് ചെയ്യണം? ബോധിക്കണം. ഒരു സഹോദരിയെ ദൈവം ബോധിക്കണേ എന്തോ ചെയ്യണം? ദൈവം ബോധിക്കണേ എന്തോ ചെയ്യണം? ദൈവം തന്ന ഭർത്താവിനെ എന്ത് ചെയ്യണം? ബോധിക്കണം. അങ്ങനെ വലിയ മിടുക്കനൊന്നും ആയിരിക്കത്തില്ല. അതിനെക്കാട്ടിലും കഴിവുള്ള 1000 പേര് കാണും. പക്ഷെ അവരെ എന്ത് ചെയ്യണം? ബോധിക്കണം. നിങ്ങളെ കഴിവിനെക്കാട്ടിലും കൂടുതലുള്ള ഭാര്യമാർ പെണ്ണുങ്ങളൊക്കെ കാണും. പക്ഷെ ദൈവം തന്നതിനെ എന്ത് ചെയ്യണം? ബോധിക്കണം. പറഞ്ഞ്, ദൈവം തന്നതിനെ ബോധിച്ചാൽ ആര് ബോധിക്കും? ദൈവം ബോധിക്കും. ദൈവം തന്നതിനെ ബോധിച്ചാൽ ആര് ബോധിക്കും? ദൈവം ബോധിക്കും. വലിയ കഴിവൊന്നുമില്ലെങ്കിലും ആ പാവം അവിടെ ഇരുന്നോട്ടം അങ്ങ് വെക്കണം. അവരെ ലവ് ഈസ് എ ചോയ്സ് എന്നാണ്. നമ്മളൊരാളെ സ്നേഹിക്കാൻ തീരുമാനിക്കുകയാണ്. ലവ് ഈസ് എ ചോയ്സ്. സ്നേഹം ഒരു തീരുമാനമാണ്. ഞാൻ ഇന്ന വ്യക്തിയെ എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു? സ്നേഹിക്കാൻ തീരുമാനിക്കുന്നു. അപ്പം അവിടെയാണ് വ്യത്യാസം വരിക. ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ടെടുത്ത കാലഘട്ടത്തിൽ നോഹയ്ക്ക് ആരെ ബോധിച്ചു? ഭാര്യയെ ബോധിച്ചു. അതുകൊണ്ട് നോഹയെ ആരെ ബോധിച്ചു? ദൈവം. നമ്മുടെ കഴിവുകളൊന്നും കണ്ടിട്ടല്ല ദൈവം ബോധിക്കുക. എപ്പോഴും ഓർത്തോണം, ഒരു പക്ഷേ ഒത്തിരി മിടുക്കർ വേറെ കാണും. അവരെ ഒന്നും ബോധിക്കണ്ട, നമുക്കുള്ളതിനെ ബോധിക്കുക. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ്
എനിക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ. എൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ ഇതായിരുന്നു. ഞങ്ങൾക്കത് പറയുന്നതിന് ഒരു മടിയില്ല. എൻ്റെ ഭാര്യ വലിയ ഇൻട്രോവേർട്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരി മാറി. എവരിബഡി നീഡ്സ് സ്പേസ് ആൻഡ് ടൈം. അപ്പോൾ എൻ്റെ അമ്മയൊക്കെയാണ് ഭയങ്കര എക്സ്ട്രോവേർട്ടായിരുന്നു. അമ്മ ഭയങ്കര എക്സ്ട്രോവേർട്ടായിരുന്നു. അമ്മ ഒരു ഗുണ്ടുമണിയായിരുന്നു. എല്ലാവരെയും കണ്ട വർത്താനം പറഞ്ഞു, മോനെ, അക്കളി, 1000 പേരുടെ പേരറി, എല്ലാവരും പേര്, മക്കൾ. അയ്യോ, അമ്മ വലിയൊരു സംഭവമായിരുന്നു. എൻ്റെ ഭാര്യ അധികം വർത്താനം പറയാത്ത ഒരാളായിരുന്നു. പറയും. അപ്പോൾ എൻ്റെ ടെൻഷൻ, ഭാര്യ മിണ്ടുന്നില്ല. എടി മിണ്ടടി എന്ന് പറഞ്ഞാൽ അവളെപ്പോഴും തെറ്റിപ്പോവും. പേര് ചോദിച്ച് തെറ്റും, അത് തെറ്റും. അങ്ങനെ ഇരിക്കെ എൻ്റെ ടെൻഷൻ മാറുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ, അവനൊരു ഡ്രൈവറായിരുന്നു, എൻ്റെ റോഡിൽ നിൽക്കുക. അപ്പോൾ ഒരു ചെറുക്കനൊരു പെണ്ണിനെയും കൊണ്ട് വന്നു, ബൈക്കിൽ പോകുന്നു. സുന്ദരി പെണ്ണെന്ന് പറഞ്ഞോ, അതീവ സുന്ദരിയായ ഒരു പെണ്ണിനെയും കൊണ്ടാവും ബൈക്കിൽ പോവുക. എൻ്റെ അടുത്തിരുന്നവൻ അറിയാതെ പറഞ്ഞു പോയി, ഭാഗ്യവാൻ, എവിടുന്ന് കിട്ടിയടാ ഇവനിവിടെ സുന്ദരി. ഞാനും ഓർത്തു, ഇവൻ വലിയ സ്മാർട്ടൊന്നുമല്ല, ഇത്രയും നല്ല പെണ്ണ. 12 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, എടാ പ്രിൻസേ, അവൻ നമുക്കറിയാവുന്നൊരു കുഞ്ഞാ, നീ എൻ്റെ വീട്ടിൽ വരെ വരണം. ഞാൻ പറഞ്ഞോടോ, നീ ഭാഗ്യവാനാണോടോ, എന്നെ സുന്ദരിയാടാ, ആരോടാ ആലോചിച്ച് എവിടുത്ത് കരുത്തിയാടാ, മിണ്ടാരിടാ, സുന്ദരി, വായെടുത്ത തെറിയ പറയത്തുള്ളൂ, നീ വീട്ടിൽ വരെ എന്ന് പറഞ്ഞാൽ ഒന്നും സംസാരിക്കണം. ഞാനൊരു സന്ധ്യയ്ക്ക് ഇവൻ്റെ വീട്ടിൽ ചെന്ന്, എൻ്റെ പൊന്നച്ചാ, ആ വീടിൻ്റെ വാതിക്കലോട്ട് ഞാൻ ചെന്നപ്പോൾ ഇവള് ഉറഞ്ഞതുള്ളി നിൽക്കുക. സത്യമായിട്ടും പറയട്ടെ, ഈ തെറി പൂരപ്പാട്ടെന്നൊക്കെ പറയുന്ന സംഭവം അനർഗളമായി ഇങ്ങനെ പ്രവഹിക്കുകയാണ്. പ്രാസം ഒപ്പിച്ച് അവിടെ വായിന്ന് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തത്, എൻ്റെ ഭാര്യ ഓർത്ത് സ്തോത്രം ചെയ്തു. സംസാരിച്ചില്ലെങ്കിൽ ഇന്ന് വരെ അവൾ ചീത്ത വിളിക്കത്തില്ല. അവൾ വായി കമ്പിട്ട് കുത്തിയാൽ അവിടെ വായിന്ന് ഒരു ചീത്ത വരത്തില്ല. അവൾക്ക് ചീത്ത വിളിക്കാൻ അറിയത്തില്ല. അപ്പം ഏതാ നല്ലേ? അപ്പം നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ഒന്ന് സ്തോത്രം ചെയ്തേ. നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. അങ്ങനെ നോഹ ഭാര്യയെ ബോധിച്ചത് കൊണ്ട് ദൈവം ആരെ ബോധിച്ചു? നോഹയെ ബോധിച്ചു. അങ്ങനെ നോഹയും തൻ്റെ 3 പിള്ളേർ, ശേം, ഹാം, യാഫേത്ത്, അവരുടെ ഭാര്യമാർ, അങ്ങനെ 8 അംഗത്തെ ദൈവം പെട്ടകത്തിൽ കയറ്റുകയാണ്. ഈ പെട്ടകം പണിയാൻ വേണ്ടി ദൈവം ആരോട് പറഞ്ഞു? നോഹയോട് പറഞ്ഞു. അവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, തോന്നിയ പോലെ പെട്ടകം പണിയാനൊക്കില്ല. നിനക്കിഷ്ടത്തിലല്ല പണിയേണ്ടത്, ഞാൻ പറയുന്ന പോലെ പണിയണമെന്ന് പറഞ്ഞു. അത് ഗോഫർ മരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കണം. 14-ാമത്തെ വാക്യം 6:14. എന്തുകൊണ്ടുണ്ടാക്കണം? ഗോഫർ മരം കൊണ്ടുണ്ടാക്കണം. എന്നിട്ട് അടുത്ത വാക്യം കണ്ടോ, ആ പെട്ടകത്തിന് എന്തോ ഉണ്ടാക്കണം? അറകൾ. യു ഹാവ് ടു മേക്ക് റൂംസ്. എന്ത് വേണം? റൂം വേണം. നമ്മൾ ആദ്യം പറഞ്ഞൊരു വാക്ക് മറക്കരുത്. എന്ത് വേണം? ഇച്ചിരി മുമ്പേ പറഞ്ഞേ, മുന്നറിവ്. മറക്കരുത്. എന്ത് വേണം? മുന്നറിവ്. എല്ലാവരും പറഞ്ഞേ, എന്ത് വേണം? മുന്നറിവ്. ഉറക്കെ പറഞ്ഞേ, മുന്നറിവ്. മുന്നറിവ് പ്രാർത്ഥിക്കണം കേട്ടോ. എന്ത് വേണം? മുന്നറിവ്. 2, നീ നിൻ്റെ മുറിക്ക്, പെട്ടകത്തിന് എന്തു വേണം? അറകൾ വേണം. റൂംസ് എന്നുള്ളതാണ്, അറകൾ വേണം. എവരി ഫാമിലി, ഒരു വീടെന്ന് പറഞ്ഞാൽ വീടിന് എന്തോ വേണം? മുറി വേണം. നമ്മളൊരു വീട് പണിയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്ര മുറിയുണ്ട്? എന്തിനാ മുറി? തത്വത്തിൽ എന്തിനാ മുറി? മുറിക്കൊരു പർപ്പസ് മെയിനായിട്ടുള്ളത് സ്വകാര്യതയാണ്. നമ്മുടെ വീട് സത്യത്തിൽ നമ്മുടെ എന്താ? സ്വകാര്യതകളാണ്. അവിടെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, പിള്ളേരുടെ റൂമുകളുണ്ട്, പിന്നെ ഫാമിലി ഡൈനിങ് ഉണ്ട്. എന്തിനാണത്? പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷനാണ്, സ്വകാര്യതകളാണ്. ഒരു വീടിനകത്ത് എന്ത് വേണം? മുറി വേണം. വേണ്ടേ? വേണം. അപ്പനും അമ്മയും അവർക്കൊരു മുറി, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. മക്കളെല്ലാം കൂടി ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കഴിക്കുന്നു. എന്താണ് കമ്മ്യൂണിക്കേഷൻ? മുറി. പക്ഷേ ഇന്ന് പലയിടത്തും മുറികളല്ല ഉള്ളത്, മതില. അതിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ചെറിയ കാര്യമല്ല. മിക്ക വീട്ടിലും 2 നിലയുണ്ട്. പിള്ളേരെവിടെ ആയിരിക്കും? മുകളത്തെ നില. മേളിലോട്ട് കയറിയിട്ട് കുറേ നാളായില്ലേ? ഒന്നാമത്തെ കാര്യം, മുട്ടുവയ്യ അല്ലേ? പിള്ളേർ മേളിലായിരിക്കും. ഞാനൊരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ തന്നെ വിളിച്ചത് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. സങ്കടം തോന്നി. പക്ഷെ അത് ഒരാളുടെ ചരിത്രമല്ല കേട്ടോ, അത് റെപ്രസെൻ്റ് കമ്മ്യൂണിറ്റി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, വരണം. ചെന്നപ്പം അമ്മ മോന് ടെസ്റ്റ് അയച്ചു. സൺ, കുട്ടി പ്ലീസ് കം ഡൗൺ, അങ്കിൾ ഈസ് വെയിറ്റിംഗ്. അവൻ തിരിച്ചൊരു മെസ്സേജ് അയച്ചു, സോറി ഐ ആം നോട്ട് ഇൻ എ മൂഡ് ടു കം.
അപ്പം ഞാൻ പറഞ്ഞു എവിടെ അവൻ കിടക്കുന്ന ആ മുറി? ഞാൻ പോയി വിളിക്കാം. അമ്മ പറഞ്ഞു പാസ്റ്റേ പോകണ്ട. പാസ്റ്റർ ഇപ്പം വിളിക്കുമ്പോൾ ഒന്നും പറയത്തില്ല, പക്ഷെ പോയി കഴിയുമ്പോൾ അവൻ ഇവിടെ ചവിട്ട് നാടകം കുച്ചിപ്പുടി എല്ലാം കളിക്കും. അതുകൊണ്ട് പിന്നെ ഒരിക്കലായിട്ട് ആ വീട്ടിലുള്ളത് ഒരേ വീടിനകത്താണെങ്കിലും അവിടെ മുറിയാണോ മതിലാണോ? മതിലാണ്. എൻ്റെ പൊന്നോമന സഹോദരങ്ങളോട് പറയട്ടെ, നമ്മളറിയാതെ നമ്മുടെ വീടുകൾക്കകത്ത് മതിലുയരുക. നമ്മളറിയുന്നില്ല, കമ്മ്യൂണിക്കേഷൻ കുറയുക. ഇത് വളരെ ഗൗരവമായിട്ട് കാണണം. കുഞ്ഞുങ്ങൾ പലരും മേളിലാണ്, എൻ്റെ വീട്ടിലും മേളിലാണ്, ഹോളിൻ്റെ മേളിൽ, വീട്ടിൽ തലയിടാതെ ഹോളിൻ്റെ മേളിലൊരു ഗസ്റ്റ് റൂമുണ്ട്. ആമ്പിള്ളേരെല്ലാം കൂടെ അങ്ങോട്ട് പോകും. പിന്നെ ഇവരെ കാണണമെങ്കിൽ നമ്മളൊന്ന് കാത്തു നിൽക്കണം. കമ്മ്യൂണിക്കേഷൻ കുറയുക. വളരെ കൃത്യമായിട്ട് പറയട്ടെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം തമ്പുരാനോട്, ദൈവമേ എന്തുണ്ടാകല്ലേ, മതിലുണ്ടാകല്ലേ. കര ഉയർത്തി പ്രാർത്ഥിച്ച് മതിലുണ്ടാകല്ലേ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ മതിലുകളെ പറ്റി പറയുമ്പോൾ അതൊരു എരിഹോവിൻ്റെ എന്തുണ്ടായിരുന്നു? മതിൽ. അത് പുറത്തായിരുന്നോ അകത്തായിരുന്നോ? പുറത്തായിരുന്നോ അകത്തായിരുന്നോ? പുറത്തായിരുന്നു. നമ്മൾ കയറാതിരിക്കാൻ വേണ്ടിയാണ് ആ മതിൽ. ഇന്ന് സകല മതങ്ങൾക്കും അതിശക്തമായ മതിലുകൾ അവർ കെട്ടിയിട്ടുണ്ട്. ആര് കയറാതിരിക്കാൻ? പുറത്തുനിന്ന് കയറാതിരിക്കാൻ. നമുക്കുള്ള പ്രത്യേകത എന്നാണെന്നറിയാവും? യെരൂശലേമിൻ്റെ മതിലെല്ലാം ഇടിഞ്ഞു കിടക്കുക. മതിലെന്തിനാ? പുറത്തുനിന്ന് ഒരാൾ എന്ത് ചെയ്യരുത്, വരരുത്. നമുക്ക് പുറത്ത് മതിലില്ല, അതുകൊണ്ട് കടച്ചാണി എല്ലാം കയറി വരും. പക്ഷേ നമുക്ക് വലിയൊരു അപകടമുണ്ട്, നടിച്ചുവരുകൾ ഒത്തിരി ആയിപ്പോയി. അപ്പനും അമ്മയ്ക്കും ഇടയ്ക്ക് നടിച്ചുവര്. 6 അടി കട്ടിലല്ല കിടക്കുന്നതെങ്കിലും 2 കോണില്ല, ഇടയ്ക്ക് എന്തോ ഉണ്ട്? മതില്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ വീടിനകത്ത് മതിലുയരല്ലേ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഒരു ദിവസം പോലും മതിൽ വേണ്ട. എന്ത് മതി? മുറി വേണം. മതിൽ വേണ്ട, എന്തു വേണം? മുറി വേണം. കര ഉയർത്തി പ്രാർത്ഥിച്ച് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുക. മതിലുകൾ വേണ്ട പ്രിയരെ. ദാമ്പത്യത്തിനിടയിൽ മതിലുണ്ടാകരുത്. പേരൻസും കുഞ്ഞുങ്ങൾക്കും ഇടയിൽ മതിലുണ്ടാകരുത്. സഹോദരങ്ങൾ തമ്മിൽ മതിലുണ്ടാകരുത്. മതിലില്ലാതെ ജീവിക്കണം. മതിൽ വേണ്ട, മുറി വേണം. എല്ലാവരും തമ്മിൽ വർത്തമാനം പറയണം. ഒരു ദിവസം പോലും തമ്മിൽ കാണാത്ത ദിവസം ഉണ്ടാകരുത്. ദൂരെ ഇരിക്കുന്ന ആളോടല്ല സംസാരിക്കേണ്ടത്, അടുത്തിരിക്കുന്നവർ തമ്മിൽ സംസാരിക്കണ്ടേ. ദൈവമേ മുറികൾ വേണം, പക്ഷെ എന്ത് വേണ്ട? മതിൽ വേണ്ട. അടുത്ത ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? തട്ടുകൾ ഉണ്ടാക്കണം. താഴത്തെ 6ന്റെ 10 കിളിവാതിൽ വേണം. പെട്ടകത്തിൻ്റെ വാതിൽ വശത്ത് വയ്ക്കണം. താഴത്തെയും 2ാമത്തെയും 3ാമത്തെയും ഡെക്കുകളായിട്ട് തിരിക്കണം. കണ്ടോ? എത്രാം വാക്യം? 16. എത്ര തട്ട് വേണം? 3 തട്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞ് 3 തട്ട്. അപ്പോൾ ഈ പെട്ടകത്തിന് എത്ര തട്ട് വേണം? 3 തട്ട് വേണം. താഴെ ഒരു തട്ടുണ്ട്, നടുക്കൊരു തട്ടുണ്ട്, പിന്നെന്തോ ഉണ്ട്? മുകൾ തട്ടുണ്ട്. താഴെ തട്ട് ഒരു പക്ഷേ മൃഗങ്ങളില്ല, അതിനകത്തില്ലേ, അതിൻ്റെ വിസർജ്യങ്ങളില്ലേ. എപ്പോഴും ഓർക്കണം, നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും ഒറ്റ പെട്ടകത്തിലാണ് അവർ. പക്ഷെ തമ്പുരാൻ പറഞ്ഞു ഇതൊക്കെ ശരിയാ, പക്ഷെ അപ്പോഴും എന്തു വേണം? താഴത്തെ നിലയിൽ നീയുമായിട്ടൊരു വ്യത്യാസം വേണം, വേർപാട് വേണം. നമ്മളൊരു ലോകത്താണ്, ലോകമായ കപ്പലിലൂടെ നമ്മൾ പോകുന്നേ. പക്ഷെ അപ്പോഴും നമുക്കെന്തോ വേണം? ഒരു വേർപാട് വേണം. താഴത്തെ തട്ട്, പിന്നെ ഒരു നടുത്തട്ട്. അതവിടെ ഇന്നിൻ്റെ ജീവിതമായിരിക്കുക. പക്ഷെ ആ പെട്ടകം വേണം. വലിയൊരു പ്രളയത്തിലൂടെ പോവുകയാണ്. വലിയ പ്രളയം വരിക, വലിയ പ്രളയം. പക്ഷേ ഈ പ്രളയത്തിൽ പെട്ടകം പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം, കടന്ന് വലയിട്ട് മറിയട്ടെ. നീ നിൻ്റെ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിനക്കൊരു മുറിയുണ്ടോ? മുറി മാത്രം പോരാ, മുകൾത്തട്ട് വേണം. മുകൾത്തട്ട് എപ്പോഴും വേദവസ്തുത്തിൽ കാണിച്ചാൽ ഓർക്കണം. ശൂന്യംകാരത്തി എന്തോ ഉണ്ടായിരുന്നു? മാളിക മുറി ഉണ്ടായിരുന്നു. പിന്നെ 120 പേര് എവിടെ ആയിരുന്നു? മാളിക മുറിയിലായിരുന്നു. മാളിക മുറി എപ്പോഴും എന്ത് മുറിയാ? പ്രാർത്ഥനാ മുറിയാണ്.